ഒരു ചെറിയ കഥയുടെ ഭാഗം പറഞ്ഞുകൊണ്ട് ഞാൻ തുടങ്ങാം. വളരെ കുറഞ്ഞ സമയം മാത്രമാണ് ഞാൻ നിങ്ങളോട് സംവദിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഒരിക്കൽ ഒരു ജപ്പാൻകാരനായ ഒരാൾ അദ്ദേഹത്തിൻ്റെ സോഷ്യൽ മീഡിയയിൽ ട്വിറ്ററിൽ അദ്ദേഹം ബേസിക്കലി ഒരു മടിയനായ ആളാണ്. ഭയങ്കര മടിയുള്ള ആളാണ്. അങ്ങനെ പണിയെടുക്കുക, അങ്ങനെ പണമുണ്ടാക്കുക എന്നുള്ള രൂപത്തിലൊന്നും ചിന്തിക്കാതെ ഭയങ്കര മടി കൊണ്ട് മാത്രം ജീവിക്കുന്ന ഒരാളാണ്. അയാൾ രസകരമായിട്ട് ഒരു പോസ്റ്റ് അയാളുടെ ട്വിറ്ററിൽ ട്വീറ്റ് ചെയ്യാണ്. അയാൾ എഴുതിയത് ഇതാണ്: ആർക്കെങ്കിലും വെറുതെ ഇരിക്കണമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ എന്നെ നിങ്ങൾക്ക് കോണ്ടാക്ട് ചെയ്യാം എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിൻ്റെ നമ്പർ കൂടി അതിലിട്ടു. ആർക്കെങ്കിലും വെറുതെ ഇരിക്കണമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ, മടി പിടിച്ചോ അല്ലെങ്കിൽ വെറുതെ ഇരിക്കാനോ കൂട്ട് വേണമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ എന്നെ നിങ്ങൾക്ക് വിളിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിൻ്റെ നമ്പർ ഇട്ടു. 1 മണിക്കൂറിന് ഇത്ര പണം വേണം എന്നുകൂടിയാണ് അതിൽ ആഡ് ചെയ്തിട്ട് അയാൾ പറഞ്ഞത്. അങ്ങനെ പോസ്റ്റൊക്കെ ഇട്ട് പിറ്റേ ദിവസം അയാളുടെ സുഹൃത്തുക്കൾ ഈ പോസ്റ്റൊക്കെ കണ്ടിട്ട് എല്ലാവരും ചിരിച്ചു. കുറേ ആളുകൾ കളിയാക്കി. എന്നിട്ട് സുഹൃത്തിനോട് ചോദിച്ചു, അല്ല എന്തായി, പോസ്റ്റ് ഇട്ടിട്ട് ആരെങ്കിലും പ്രതികരിച്ചോ? നിന്റെ പോസ്റ്റ് ഞങ്ങൾ കണ്ടു, അത് രസകരമായിട്ടുണ്ട് എന്ന് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞ മറുപടി: ഇതുവരെ എനിക്കൊരു സ്വൈരവും കിട്ടിയിട്ടില്ല. ആളുകൾ വിളിയോട് വിളിയാണ്. വെറുതെ ഇരിക്കുന്നതിന് ഇത്രയും സ്കോപ്പ് ഉണ്ട് എന്ന് ഞാൻ ഇപ്പോഴാണ് അറിയണത്. കാരണം ആളുകൾ എന്നെ വിളിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. അവർക്ക് ഒരുപാട് ആവശ്യങ്ങളുണ്ട്. എന്നെ അവർക്ക് ആവശ്യമുണ്ട് എന്ന് എനിക്ക് മനസ്സിലായി. അത്രയും ആളുകൾ വിളിച്ചോന്ന് ചോദിച്ചു. ഒരുപാട് ആളുകൾ വിളിച്ചു. 1-2 ആളുകൾ വിളിച്ച അനുഭവം മാത്രം അയാൾ പറഞ്ഞ ഒന്നാമത്തെ വിളിച്ചത് ഒരു സ്ത്രീയാണ്. ആ സ്ത്രീ വിളിച്ചിട്ട് പറഞ്ഞത് ഇതാണ്: എനിക്ക് ടോക്കിയോ നഗരത്തിലൂടെ എൻ്റെ സാരി ഉടുത്തിട്ട് നടക്കണമെന്ന ആഗ്രഹമുണ്ട്. ടോക്കിയോ നഗരത്തിലൂടെ സാരി ഉടുത്തൊന്ന് നടക്കണമെന്ന ആഗ്രഹമുണ്ട്. അതിന് നിങ്ങൾ എൻ്റെ കൂടെ നിന്നാൽ മതി. നിങ്ങൾ എൻ്റെ കൂടെ നടന്നു തന്നാൽ മാത്രം മതി എന്ന് പറഞ്ഞു. കേട്ട ആളുകളൊക്കെ അത്ഭുതപ്പെട്ടു. സാരി ഉടുത്ത് കൂടെ നടക്കാൻ ഒരാൾ, അതിനാണോ നിന്നെ വിളിച്ചത്? അതെ. വേറൊരാൾ വിളിച്ചു. 65 വയസ്സിൽ കൂടുതലുള്ള ഒരാൾ, 65 വയസ്സിൽ കൂടുതലുള്ള ഒരാൾ, ജീവിതത്തിൻ്റെ സായാഹ്ന വേളയിലാണ് എന്ന് അയാൾ തന്നെ വിശ്വസിക്കുന്ന ഒരാളാണ്. അദ്ദേഹം പറയാണ്, ഞാനൊരു വേൾഡ് ടൂർ പോവാണ്, തിരിച്ചു വരും എന്ന് എനിക്ക് യാതൊരുവിധ ഉറപ്പും ഇല്ല. തിരിച്ചു വരുമെന്ന് എനിക്ക് ഉറപ്പില്ല. ഞാൻ ഒരു ടൂർ പോവുകയാണ്. അപ്പോൾ എനിക്ക് പ്ലാറ്റ്ഫോമിൽ, ഞാൻ ട്രെയിൻ ബുക്ക് ചെയ്തിട്ടുണ്ട്. ആ ട്രെയിനിൽ ഞാൻ കയറി പോകുന്ന സമയത്ത് പ്ലാറ്റ്ഫോമിൽ നിന്ന് എനിക്കൊരു ടാറ്റ തരണം, എന്നെ ഒന്നിങ്ങനെ വേവ് ചെയ്യണം. അതിനെനിക്കൊരാളെ ആവശ്യമുണ്ട്. നിങ്ങൾക്ക് വരാൻ സാധിക്കുമെങ്കിൽ നിങ്ങൾ വരണം എന്നാണ് അദ്ദേഹത്തോട് പറഞ്ഞത്. കേട്ട് ഇരിക്കുമ്പോൾ, ആദ്യം വായിക്കുമ്പോൾ അല്ലെങ്കിൽ ആദ്യം ഈ സംഗതി അറിയുമ്പോൾ നമുക്കൊരു രസം തോന്നും. 2 ആളുകൾ വിളിച്ചത് 2 ആവശ്യങ്ങൾക്കാണ്. പക്ഷേ 2 ആളുകളുടെയും പെർസ്പെക്റ്റീവിൽ നിന്നുകൊണ്ട്, 2 ആളുടെയും ഭാഗത്ത് നിന്നുകൊണ്ട് ഈ സംഗതിയെ നോക്കി കണ്ടാൽ അതിൽ വേദനാജനകമായ ഒരുപാട് സംഗതികളുണ്ട്. ഒന്നാമത്തെ സ്ത്രീ പറഞ്ഞത്, എനിക്ക് ടോക്കിയോ നഗരത്തിലൂടെ സാരി ഉടുത്ത് നടക്കണം, അതിന് കൂടെ ഒരാൾ വേണം, അത് നിങ്ങൾ വരണമെന്നാണ്. അതായത് ജീവിതത്തിൽ ഒരു കൂടെ ആളുണ്ട് എന്നൊരു തോന്നൽ ആ സ്ത്രീക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി അവർ സ്വയം പണം ചെലവഴിക്കാൻ, എന്നിട്ട് ഇയാളെ വിളിച്ചു വരുത്തുകയാണ്. അങ്ങനെ അവർ ടോക്കിയോ നഗരത്തിലൂടെ നടന്നു എന്നാണ്. രണ്ടാമത്തെ ആള് വയസ്സായിട്ടുണ്ട്. അയാളൊരു യാത്ര പോവുകയാണ്. അയാൾ തിരിച്ചു വരാത്ത ഒരു യാത്ര, തിരിച്ചു വരുമെന്ന് ഒരുറപ്പുമില്ലാത്തൊരു യാത്ര. ആ സമയത്ത് അയാൾ പറഞ്ഞത്, പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ട് എനിക്കൊരു വേവ് ചെയ്യാൻ, ഒരു ടാറ്റ തരാൻ എനിക്കൊരാൾ വേണം എന്നതാണ്. ഇവിടെ അയാൾ അനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം, ജീവിതത്തിൽ അയാൾക്ക് യാത്ര പറഞ്ഞേക്കാൻ, അയാളെ യാത്ര പറഞ്ഞ് വിടാൻ ആരുമില്ല എന്നൊരു വലിയൊരു പ്രത്യേകതയുണ്ട്. ഒരൊറ്റപ്പെടൽ എവിടെയൊക്കെയോ ജീവിതത്തിൽ അയാൾ അനുഭവിക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് ഞാൻ ഒറ്റക്കല്ല എന്ന് സ്വയം തോന്നാൻ വേണ്ടി അയാൾ തന്നെ പണം കൊടുത്ത ഒരാളെ വിളിച്ചു വരുത്തുന്നു. ഇത് യഥാർത്ഥത്തിൽ നടന്ന ഒരു സംഭവമാണ് എങ്കിൽ കൂടി ഇവിടെ നമുക്ക് ഓർക്കാൻ പറ്റും, ഒരു മനുഷ്യൻ ഒരിക്കലും ഒറ്റയ്ക്ക് ജീവിക്കാൻ കഴിയൂല എന്നതാണ്. ഈ കുടുംബ സംഗമങ്ങളൊക്കെ വിളിച്ചു തീർക്കുന്നവരുടെ ഉദ്ദേശം, നമ്മൾ ഇത്രയും വലിയൊരു കുടുംബമാണ്, നമുക്ക് എന്ത് പ്രശ്നമുണ്ടെങ്കിലും ഇത്രയും ആളുകളും ഇതിനപ്പുറം ആളുകളും നമ്മുടെ കൂടെയുണ്ട് എന്നൊരു തോന്നൽ കൂടി നമ്മുടെ ഉള്ളിൽ ദൃഢമാകാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ കുടുംബം എന്നല്ല, ഏത് കുടുംബവും ഒരുമിച്ച് കൂടുന്നതിൻ്റെ പിന്നിൽ രസകരമായ ഒരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങളൊക്കെ ഒപ്പമുണ്ട് എന്ന് പറയാതെ പറയൽ കൂടിയാണ്.
കുടുംബങ്ങളിലൊക്കെ നമ്മൾ ശ്രദ്ധിക്കുക. ഏറ്റവും നല്ല ആളുകൾ, നമ്മുടെ DYSP മൂസ സാർ ഇവിടെ വന്ന് പറഞ്ഞു, നല്ല മനുഷ്യന്മാരെ ഉണ്ടാക്കിയെടുക്കാനുള്ള പ്രയത്നം നിങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാകണം എന്ന് പറഞ്ഞു. അദ്ദേഹം അത് പറയാൻ ഒരുപാട് കാരണങ്ങളുണ്ടാവും. കാരണം ഇന്ന് നല്ല മനുഷ്യന്മാർക്ക് നല്ല ഡിമാൻഡുള്ള ഒരു കാലഘട്ടമാണ്. നല്ല മനുഷ്യന്മാർക്ക് നല്ല ഡിമാൻഡുള്ള ഒരു കാലഘട്ടമാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിൻ്റെ ദൂതനാണ് നമുക്കറിയാം. പക്ഷേ പ്രവാചകൻ അക്ഷരാഭ്യാസമുള്ള ഒരാളായിരുന്നില്ല. അതായത് ഔദ്യോഗിക വിദ്യാഭ്യാസം നേടിയിട്ടില്ല എന്ന് സാരം. ഹിറാ ഗുഹയിൽ പ്രവാചകൻ ഇരിക്കുന്ന സമയത്ത് ജിബ്രീൽ അലൈഹിസ്സലാം വന്നിട്ട് ജിബ്രീൽ അലൈഹിസ്സലാം ഒരു വായിക്കാൻ വേണ്ടി പറയുന്നുണ്ട് അദ്ദേഹത്തോട്. വായിക്കാൻ പറഞ്ഞപ്പോൾ പ്രവാചകൻ പറഞ്ഞ മറുപടി, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ മറുപടി, മാ അന ബിഖാരി, എനിക്ക് വായിക്കാൻ അറിയില്ല എന്നതാണ്. വായിക്കാൻ അറിയാത്ത പ്രവാചകൻ ഇന്ന് ലോകത്ത് നമ്പർ 1 വ്യക്തിത്വം ആരാണെന്ന് ചോദിച്ചാൽ പോലും ഇസ്ലാമിന്റെ ശത്രുക്കൾ പോലും അംഗീകരിക്കുന്നൊരു വസ്തുതയാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതെങ്ങനെ സംഭവിച്ചു എന്ന് ചോദിച്ചാൽ, ഒന്ന്, അത് അള്ളാന്റെ ദൂതനാണ് എന്നത്. രണ്ടാമത്തത് അദ്ദേഹത്തിന്റെ വ്യക്തിത്വം, അദ്ദേഹത്തിന്റെ ആളുകളോടുള്ള പെരുമാറ്റം. ഒരു മനുഷ്യന് മോഡലാകാൻ പ്രവാചകനെ പഠിച്ചാൽ മാത്രം മതി. കാരണം പ്രവാചകൻ ഒരിക്കലും ഓത്തുപള്ളിയിൽ പോയിട്ടില്ലല്ലോ. ഒത്തുപള്ളിയിലോതിയില്ല എങ്കിലും ആ ബാലൻ ഓർത്തിടാതെ പോലും ഒറ്റ കള്ളമോതിയില്ല. നേരുമാത്രം ചൊന്നതാലെ സത്യവാനാം ബാലൻ നേടിയൽ ആമീനതെന്ന ഖ്യാതി സത്യശീലൻ. ഓമന മുഹമ്മദീനെ ഒത്തിനയച്ചില്ല, ഓമനിക്കാൻ ബാപ്പ വേണം, ബാപ്പ ജീവിപ്പില്ല. ആമിന ബീവിന്റെ കൽബിൽ നൊമ്പരം പെരുത്ത്, ആറ്റലായ മോനെയോർത്ത് വേദന കുരുത്ത്. ഓമന മുഹമ്മദീനെ ഒത്തിനയച്ചില്ല, ഓമനിക്കാൻ ബാപ്പ വേണം, ബാപ്പ ജീവിപ്പില്ല. നമുക്ക് കിട്ടിയ ഒരുപാട് സൗകര്യങ്ങൾ പ്രവാചകന് കിട്ടിയിട്ടില്ല. അനാഥനായിക്കൊണ്ട് വളർന്ന ആളാണ്. പക്ഷേ പെരുമാറ്റത്തിൽ എപ്പോഴും പ്രവാചകൻ മികച്ചു നിന്നിരുന്നു, വിട്ടുവീഴ്ചയിൽ മികച്ചു നിന്നിരുന്നു. എല്ലാവരും ശാഠ്യം പിടിക്കുമ്പോൾ പോലും പ്രവാചകൻ ശാഠ്യം പിടിച്ചിട്ടില്ലായിരുന്നു, വിട്ടുവീഴ്ച ചെയ്തിരുന്നു. കുടുംബം എന്നുള്ളൊരു ഏകകത്തിൽ നിന്ന് നമ്മൾ നോക്കിക്കാണുമ്പോൾ ആ ബന്ധങ്ങളെ വെച്ച് നോക്കുകയാണെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, പ്രശ്നങ്ങളില്ലാത്ത ആരാണുള്ളത്? ഈ പറയുന്ന ഞാനും ശ്രവിക്കുന്ന നിങ്ങളുമടക്കം ഒരുപാട് പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്നവരാണ്. അത് വലിയ പ്രശ്നമാകാം, ചെറിയ പ്രശ്നമാകാം. പക്ഷെ അതൊക്കെ ഉണ്ടെങ്കിലും വളരെ മനോഹരമായി നമ്മൾ ചിരിക്കും, വളരെ മനോഹരമായി നമ്മൾ പെരുമാറും. ആ പ്രശ്നത്തോട്, നമ്മൾ അനുഭവിക്കുന്ന പ്രശ്നത്തോട് നമ്മുടെ സമീപനം എന്താണ് എന്നതാണ് പ്രശ്ന പരിഹാരത്തിനുള്ള സാധ്യത എന്നതാണ്. ഒരു കുടുംബത്തിൽ ഒരുപാട് ആളുകളുണ്ട്. ഈ കുടുംബത്തെ ഈ വേദിയിൽ നിന്നിങ്ങനെ വീക്ഷിക്കുകയാണെങ്കിൽ ആയിരക്കണക്കിന് ആളുകൾ, നൂറുകണക്കിന് ആളുകൾ ഇവിടെ ഇങ്ങനെ ഒരുമിച്ച് ചേർന്നിട്ടുണ്ട്. ഈ നൂറുകണക്കിന് ആളുകളിൽ വെറും 3 ആളുകളെ മാത്രം എടുത്താൽ അവർ പോലും വ്യത്യസ്തരായ ആളുകളാണ്. കാരണം കല്യാണം കഴിക്കുന്നതിന് മുമ്പ് പോലും എനിക്കറിയില്ല എൻ്റെ ഭാര്യയുടെ സ്വഭാവം എന്താണ്, അവർക്കറിയില്ല എൻ്റെ സ്വഭാവം എന്താണ്, എൻ്റെ പ്രകൃതം എന്താണ്. പക്ഷേ ദുനിയാവിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത നമ്മളിവിടെ കുറച്ചേ ജീവിക്കുന്നുള്ളൂ എന്നാണ്. വളരെ കുറച്ചേ ജീവിക്കുന്നുള്ളൂ. അതായത് കണ്ണ് അടച്ച് തുറക്കാനുള്ള ഒരു സമയം പോലും ദുനിയാവിൽ നമുക്കില്ല. അത്രയും വളരെ കുറച്ച്. എന്നും ആവുന്നതിരിക്കട്ടെ കണ്ണൊന്നടച്ചു മിഴിക്കൂല, സർവ നിയന്താവിൻ സമ്മതമില്ലാതെ കണ്ടാരും ശ്വാസം വലിക്കൂല. നമുക്ക് ശ്വാസം വലിക്കാൻ പോലും ജഗന്നിയന്താവിൻ്റെ സമ്മതമില്ലാതെ കഴിയൂല. അത്രയും കുറഞ്ഞ സമയമാണ് നമ്മൾ ജീവിക്കുന്നത്. എങ്കിൽ നമ്മൾ ആലോചിച്ച് നോക്കും, നമ്മൾ എന്തിനാണ് പരസ്പരം മത്സരിക്കുന്നത്? എന്തിനാണ് പരസ്പരം പകയും വിദ്വേഷവും അസൂയയും ഒക്കെ മനസ്സിൽ കൊണ്ട് നടക്കുന്നത്? കാരണം നമുക്ക് പ്രകടിപ്പിക്കാനുള്ളത്, ഏറ്റവും മനോഹരമായി പ്രകടിപ്പിക്കാൻ കഴിയുന്ന ഒരവസരമാണ് ദുനിയാവിൽ നമുക്കുള്ളത്. നമുക്കാർക്കും അറിയില്ല നമ്മളിട്ട ഈ ഷർട്ടിൻ്റെ ബട്ടൺ നമ്മൾ അഴിക്കുമോ എന്ന്. കൂടിയല്ല പിറക്കുന്ന നേരത്തും കൂടിയല്ല മരിക്കുന്ന നേരത്തും മധ്യ ഇങ്ങനെ കാണുന്ന നേരത്ത് മത്സരിക്കുന്നതെന്തിനു നാം വൃഥ. പൂന്താനത്തിന്റെ വരികളാണ്.
കൂടിയല്ല പിറക്കുന്ന നേരത്തും. ഒരുമിച്ചല്ല നമ്മൾ ആരും പറഞ്ഞത്. കൂടിയല്ല മരിക്കുന്ന നേരത്തും. നമ്മൾ മരിക്കുന്നതും ഒരുമിച്ചല്ല. മധ്യ ഇങ്ങനെ കാണുന്ന നേരത്ത് മത്സരിക്കുന്നതെന്തിനു നാം വൃഥ. നമ്മൾ വെറുതെയാണ്, ഒരു കാര്യമില്ലാതെ പരസ്പരം മത്സരിക്കുന്നത് എന്തിനാ? കാരണം ജീവിതത്തിൽ വലിയൊരു സത്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദർ ഇസ് നോ കോമ്പറ്റീഷൻ, ഓൺലി കോംപ്രമൈസ്. ജീവിതത്തിൽ എവിടെ ഒരു മത്സരമല്ല. നിങ്ങൾ ആലോചിച്ച് നോക്കുന്നു, എവിടെങ്കിലും ആരെങ്കിലും മത്സരിക്കുന്നുണ്ടെങ്കിൽ ആ മത്സരത്തിൽ തോറ്റാൽ അടുത്ത മത്സരത്തിൽ നമുക്ക് ജയിക്കാൻ പറ്റും. ഒരു പരീക്ഷയിൽ തോറ്റാൽ അടുത്ത പരീക്ഷയിൽ നമുക്കത് എഴുതിയെടുക്കാൻ പറ്റും. അതൊരു പ്രശ്നമേ അല്ല. പക്ഷേ മനുഷ്യൻ ഉപാധികളില്ലാതെ തോറ്റുപോകുന്നത് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇൻ ഫ്രണ്ട് ഓഫ് ലവ്. സ്നേഹത്തിന് മുമ്പിലാണ് മനുഷ്യൻ ഉപാധികളില്ലാതെ അക്ഷരാർത്ഥത്തിൽ തോറ്റുപോകുന്നത്. എന്തൊക്കെ തോന്നിവാസം നമ്മൾ കാണിച്ചാലും അള്ളാഹു നമുക്ക് സകലമായ അനുഗ്രഹങ്ങളും ചെയ്തു തരുന്നുണ്ട്. നമ്മുടെ ശ്വാസത്തിനൊന്നും അള്ളാഹു പണം ഈടാക്കുന്നില്ല. എല്ലാവിധ അനുഗ്രഹങ്ങളും നമുക്ക് ചെയ്തു തരുന്നു എന്നുള്ളതാണ്. ഇതേപോലെ തന്നെ ജീവിതത്തിൽ എവിടെയും മത്സരമില്ല, എവിടെയും മത്സരം. മനുഷ്യൻ എപ്പോഴും തോറ്റുപോകുക ബാക്കിയുള്ളവരുടെ സ്നേഹത്തിന് മുമ്പിലാണ്. ബാക്കിയുള്ളവരുടെ സ്നേഹത്തിൽ നമ്മൾ അക്ഷരാർത്ഥത്തിൽ നമ്മൾ തോറ്റുപോകും. വൈക്കം മുഹമ്മദ് ബഷീറിനെ നമ്മൾ വായിച്ചിട്ടുണ്ടാവാം. ലോകത്തിൽ തന്നെ അറിയപ്പെട്ട ഒരു എഴുത്തുകാരനാണ് വൈക്കം മുഹമ്മദ് ബഷീർ. അദ്ദേഹത്തിന്റെ എഴുത്തുകളിൽ മുഴുവൻ രസകരമായ സ്നേഹം കാണിച്ചിട്ടുണ്ട്. ആർക്കും സ്നേഹത്തിന് സാധ്യതയുണ്ട് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. മതിലുകളിൽ പ്രിസണറായ, അത് ജയിലിൽ കിടക്കുന്ന ഒരാൾ, ഒരു പ്രിസണർ പോലും സ്നേഹത്തിന് സാധ്യതയുണ്ട്. അപ്പുറത്തെ നാരായണിയുമായിട്ടുള്ള സംഭാഷണം നിങ്ങൾ കേട്ടതായിരിക്കും, വായിച്ചതായിരിക്കും. അവിടെ അവര് സ്നേഹത്തിന് കൊടുത്ത സിമ്പൽ, പുതിയ കാലഘട്ടത്തിന്റെ പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ സ്നേഹത്തിന് ഒരുപാട് സിമ്പൽ ഉണ്ട്. വാട്സപ്പുകളിലാണെങ്കിലും ഇൻസ്റ്റഗ്രാമിലാണെങ്കിലും ഒക്കെ നമുക്ക് ലവ് ചിഹ്നം ഇടാം. അതല്ലെങ്കിൽ പല തരത്തിലുള്ള സിമ്പലുകൾ നമ്മൾ ഉപയോഗിക്കും. പക്ഷേ വൈക്കം മുഹമ്മദ് ബഷീർ വ്യത്യസ്തമായി ആലോചിക്കുന്ന ഒരാളാണ്, വ്യത്യസ്തമായ ഒരു കഥാകാരനാണ്. അദ്ദേഹത്തിന്റെ സ്നേഹത്തിന്റെ സിമ്പലുകളൊക്കെ ഭയങ്കര രസമാണ്. മതിലുകൾ എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ കഥയിൽ അങ്ങേയറ്റം നാരായണിയോട് സ്നേഹമുള്ള ഈ ആള് ഇവിടെ വന്നു എന്നറിയിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നാരായണി അപ്പുറത്ത് വന്നു എന്നറിയിക്കാൻ വേണ്ടിയിട്ട് അവരുപയോഗിച്ചിരുന്ന സ്നേഹത്തിന്റെ വലിയൊരു സിമ്പലായിരുന്നു ഒരു ഉണങ്ങിയ കമ്പ് മുകളിലേക്ക് ഇങ്ങനെ ഇടും. ഒരു ഉണങ്ങിയ കമ്പ്. ജീവിതത്തിന്റെ പച്ചയായ യാഥാർത്ഥ്യമാണ് സ്നേഹം എന്ന് പറയുന്നത്. ആ സ്നേഹത്തിന്റെ സിമ്പലായിട്ട് അദ്ദേഹം കൊണ്ടുവന്നത് ഒരു ഉണങ്ങിയ കമ്പാണ്. ഈ ഉണങ്ങിയ കമ്പ് മുകളിലേക്ക് ഇടുമ്പോൾ മനസ്സിലാകും നാരായണി അപ്പുറത്ത് വന്നിട്ടുണ്ട്. എന്നിട്ട് സംവദിക്കാൻ വേണ്ടി സംഭാഷണത്തിന് വേണ്ടിയിട്ട് അപ്പുറത്തൊരാൾ വന്ന് നിൽക്കുന്നു. അവർ പരസ്പരം സ്നേഹത്തോടു കൂടി സംവദിക്കുന്നു. ഈ കഥയെ വളരെ വ്യത്യസ്തമായിട്ടാണ് അദ്ദേഹം അവതരിപ്പിച്ചത്. അതുപോലെ തന്നെ മജീദിൻ്റെയും സുഹറയും കഥകളൊക്കെ ഒരുപാട് നമ്മൾ പാട്ടിലൂടെയും ഒക്കെ ലൈലയും മജ്നുവും ഒക്കെ കേൾക്കുന്നത് പോലെ മജീദിനെയും സുഹറയും നമ്മൾ കേട്ടതാണ്. ഇവരുടെ സ്നേഹത്തിന് വ്യാപ്തി ഉണ്ടാക്കുന്ന ഒരു ചെറിയ ഭാഗം മജീദ് പുളിയിൽ കയറുന്നുണ്ട്. ഏറ്റവും ഉയരത്തിൽ പുളിയിൽ കയറിയിട്ട് സുഹറക്ക് വേണ്ടി കയറിയതാണ്. കയറിയിട്ട് മുകളിലെത്തിയിട്ട് നിൽക്കുന്ന സമയത്ത് സുഹറ താഴ്ന്ന് ചോദിക്കുന്നുണ്ട്, മജീദെ അവിടെ നിന്ന് നോക്കിയാൽ മക്ക കാണാൻ പറ്റുമോ എന്ന്. മജീദ് പറയുന്ന മറുപടി, ഇവിടെ നിന്ന് നോക്കിയാൽ മക്കയും കാണാം മദീനയും കാണാമെന്നാണ്. അതായത് സ്നേഹം കൊണ്ട് താഴെ നിൽക്കുന്ന സുഹറയുടെ കാഴ്ചയെ വ്യാപ്തിപ്പെടുത്തുന്ന വലിയൊരു സംഗതിയാണ് സ്നേഹം. ആളുകൾക്കിടയിൽ എപ്പോഴും കൂട്ടിയോജിക്കുന്ന ഒരു വലിയ സംഭവമാണ്, വലിയൊരു വികാരമാണ് സ്നേഹം എന്ന് പറയുന്നത്. ഇതൊക്കെ എഴുതിയ ഒന്നും കൂട്ടിയാൽ ഇമ്മിണി വലിയ ഒന്ന് എന്ന് നമ്മളെ പഠിപ്പിച്ച് നമ്മളെ കൊണ്ട് പറയിപ്പിച്ച, ഇപ്പോഴും കുട്ടികൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ആ വലിയ തത്വം കൊണ്ടുവന്ന വൈക്കം മുഹമ്മദ് ബഷീർ ഒരിക്കൽ വീട്ടിലേക്ക് കയറി ചെല്ലുന്ന സമയത്ത് ഉമ്മറത്ത് നിൽക്കുന്നുണ്ട്. ഉമ്മമാരുടെ പ്രത്യേകത നമുക്കറിയാം. ഉമ്മമാർക്ക് മാത്രം ചെയ്യാൻ കഴിയുന്ന ഒരുപാട് പണിയുണ്ട് ദുനിയാവിൽ. അതുകൊണ്ടായിരിക്കണം പ്രവാചകൻ പറഞ്ഞതല്ലേ, ഉമ്മയുടെ കാലിനടിയിലാണ് സ്വർഗം, അൽ ജന്നത്തു തഹ്ത അഖ്ദാമിൽ ഉമ്മഹാത്ത് എന്ന് പറയാൻ അതായിരിക്കണം കാരണം ഉമ്മമാർക്ക് മാത്രം ചെയ്യാൻ കഴിയുന്ന ചില സംഗതികളുണ്ട്. ബഷീർ ഇങ്ങനെ കയറി വരുന്ന സമയത്ത് ബഷീറിനോട് ഉമ്മ ചോദിക്കുന്നുണ്ട്, ഉമ്മ പറയുന്നുണ്ട്, ബഷീറെ ഒരുപാട് കാലം അലഞ്ഞു തിരിഞ്ഞ് അവിടെയും ഇവിടെയൊക്കെ നടന്നിട്ടാണ് ബഷീർ വരുന്നത്, എന്നാണ് വരിക എന്ന് ആർക്കും അറിയില്ല. ആ ദിവസം വീട്ടിലേക്ക് കയറി വരുമ്പോഴാണ് ഉമ്മ പറയുന്നത്, ബഷീറെ നിനക്കുള്ള ചോറ് ഞാൻ അവിടെ എടുത്തു വെച്ചിട്ടുണ്ട്, പോയി വെയിച്ചോ. ഉമ്മറത്തുനിന്നോട് ഉമ്മ പറയാ. അപ്പൊ അത്ഭുതപ്പെട്ടു ബഷീറാകെ തോറ്റുപോയി. കാരണം ഉമ്മയുടെ സ്നേഹത്തിന് മുമ്പിൽ ഉമ്മനോട് ചോദിക്കാണ് ബഷീർ, ഉമ്മ ഞാൻ ഇന്ന് വരുമെന്ന് നിങ്ങളോട് ആരാണ് പറഞ്ഞത്?
ആ ഉമ്മയുടെ മറുപടി, നീ ഇന്ന് വരുമോയെന്ന് എനിക്കറിയില്ല ബഷീർ, പക്ഷെ നീ വരും എന്ന് എനിക്കറിയാമായിരുന്നു, അതുകൊണ്ട് നിനക്കുള്ള ഭക്ഷണം എപ്പോഴും ഞാൻ അവിടെ മാറ്റിവെക്കും. ഈ ഉമ്മമാരുടെ വലിയ പ്രത്യേകത, വീട്ടിൽ നല്ല വിലപിടിപ്പുള്ള എന്ത് കിട്ടിയാലും ഉമ്മമാർ ആദ്യം കഴിക്കുകയല്ല ചെയ്യുക, അവരത് എടുത്തു വെക്കും. നമ്മളെ കയ്യിൽ അത് കിട്ടി നോക്കണം, നമ്മളത് ആദ്യം കഴിച്ചിട്ട് ബാക്കി ഉണ്ടെങ്കിൽ എടുത്തു വെക്കും. പക്ഷെ ഉമ്മമാരുടെ പ്രത്യേകത അത് അവരെടുത്തു വെക്കും. അതേപോലെ തന്നെയാണ് ഉപ്പമാരും. ഉപ്പമാർക്ക് ഏറ്റവും പ്രിയപ്പെട്ട സംഗതി ആയിരിക്കും അവർ വീട്ടിലേക്ക് കൊണ്ടുവന്നിട്ട് കുടുംബത്തിന് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കൊണ്ടുവരുന്നത്. അവരൊരു ചായ കുടിക്കുമ്പോൾ പോലും ചിലപ്പോൾ ആലോചിക്കും, ഇപ്പൊ ചായ വേണ്ട, വീട്ടിലെത്തിയിട്ട് കുടിക്കാമോ, എന്നാൽ അവരുടെ കൂടെ കുടിക്കാലോ. വീട്ടിൽ ചെല്ലുമ്പോൾ ചിലപ്പോൾ അവരുടെ ചായ കുടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും. പക്ഷേ ഉപ്പ പരാതികളൊന്നും പറയില്ല. ആ സ്നേഹം അവിടെ ഉണ്ടായത് കൊണ്ടാണ് കുടുംബത്തിലെ മറ്റെല്ലാ ആളുകളും സുഖമായിട്ട് ജീവിക്കുന്നത്. അല്ലലും അലട്ടും അറിയാതെ നമ്മൾ ജീവിക്കാനുള്ള കാരണം ഈ ഉപ്പയും ഉമ്മയും ഒരുപാട് ത്യാഗം സഹിക്കുന്നുണ്ട്. ഇവിടെ ഒരുപാട് പരമ്പര ഇവിടെ വായിച്ച സമയത്ത് ഈ മീറ്റിങ്ങിന് വേണ്ടിയിട്ട് എന്തും സഹിക്കാൻ തയ്യാറാണ്. ICU നിന്ന് വരെ 1 മണിക്കൂർ സമയം ചോദിച്ചത്, ICU നിന്ന് എണീറ്റ് ഡോക്ടറോട് വളരെ ക്രിട്ടിക്കലായ സമയത്ത് പോലും ഒരു മണിക്കൂർ സമയം ചോദിക്കാനുള്ള അദ്ദേഹത്തിൻ്റെ ചേതോ വികാരം കുടുംബം എന്ന് പറയുന്ന വല്ലാത്തൊരു വികാരമാണ്. ഈ വികാരത്തിൽ നിന്നുകൊണ്ട് ഇതിനെ ഏറ്റവും പോസിറ്റീവായിട്ട് നമുക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റിയാൽ, ഏറ്റവും രസകരമായിട്ട് ഉപയോഗപ്പെടുത്താൻ പറ്റിയാൽ, നേരത്തെ ഇവിടെ പറഞ്ഞു ഒരുപാട് ഡാറ്റ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മുടെ ഈ കുടുംബത്തിലുള്ള വിദ്യാർത്ഥിനികൾ, പഠിച്ചുകൊണ്ടിരിക്കുന്നവർ, യുവാക്കൾ, സംരംഭരായ ഒരുപാട് ആളുകൾ, ഇവിടെ അവാർഡുകൾ നേടിയ ഒരുപാട് ആളുകളെ കണ്ടു. നിങ്ങൾ അവാർഡുകൾ വാങ്ങുന്ന സമയത്ത്, കുട്ടികൾ അവാർഡുകൾ വാങ്ങുന്ന സമയത്ത് അവരുടെ രക്ഷിതാക്കളുടെ മുഖത്തേക്കൊന്ന് നോക്കിയിട്ടുണ്ടോ? അവർക്ക് അവാർഡ് കിട്ടുന്നത് പോലെ ആയിരിക്കും അവിടെ ഇരുന്ന്. അവരൊരിക്കലും വേദിയിൽ വന്നിട്ടില്ല. അവരുടെ മുഖത്ത് പലപ്പോഴും ഞാൻ ശ്രദ്ധിച്ചു, ആ യുവാക്കളായ ടീനേജിലൊക്കെ ഉള്ള കുട്ടികൾ ഇങ്ങനെ നീന്തൽ മത്സരത്തിന് 1ാം സ്ഥാനം കിട്ടിയിട്ടും സ്റ്റേറ്റ് ലെവലിൽ പങ്കെടുത്തിട്ടും അവർ പങ്കെടുത്തിട്ട് അവാർഡ് വാങ്ങുന്ന സമയത്ത് അവരുടെ കണ്ണിലുള്ളത് അവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കളിക്കാരനാണ് അത് നൽകുന്നത്, അനസ് എടത്തൊടിക. കാരണം ആരാധനയോടുകൂടി നോക്കിക്കണ്ട ഒരു കാലഘട്ടത്തിൽ ഒരു സമയത്ത് ഇന്ത്യയിലെ ബെസ്റ്റ് പ്ലെയർ ആയിരുന്ന ഒരു ഡിഫൻഡർ ആയിരുന്ന ഒരാളായിരുന്നു അനസ് എടത്തൊടിക. അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്നൊരു അവാർഡ് വാങ്ങുമ്പോൾ അവരെല്ലാവരും അദ്ദേഹത്തെ അങ്ങനെ ആരാധനയോടുകൂടി നോക്കിക്കാണാം. ആരാധനയോടുകൂടിയാണ് ആ സാധനം കയ്യിൽ കിട്ടുന്ന സാധനം എന്താണെന്നല്ല അവർ നോക്കുന്നത്, പകരം ആരാണിത് തരുന്നത് എന്നാണ്. അപ്പം ഈ കുടുംബത്തിൽ ഇത്രയും ആളുകളുടെ മുമ്പിൽ വെച്ച് അതുപോലെ ഒരു വ്യക്തിത്വത്തെ കൊണ്ടുവന്ന് നമ്മുടെ കുട്ടികളെ പ്രോത്സാഹിപ്പിക്കാൻ നിങ്ങൾ കാണിച്ച മനസ്സ്, അത് കയ്യടിക്ക് സാധ്യതയുള്ള മനസ്സാണ് എന്ന്. കാരണം ആളുകൾ എപ്പോഴും അറിയപ്പെടുന്നത്, ലോകത്ത് ഓരോ ആളുകളെ നിങ്ങൾ എടുത്തു നോക്കൂ, അവരാരും അറിയപ്പെടുന്ന അവരുടെ പേരിലല്ല, അവരുടെ പേരിൻ്റെ പേരിലല്ല, പകരം അവരുടെ കഴിവിലാണ്. നമ്മുടെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ കണ്ടെത്തേണ്ടതും നമ്മുടെ കുട്ടികളിൽ നമ്മൾ കണ്ടെത്തേണ്ടതും അവരുടെ കഴിവെന്താണ് എന്നാണ്, അവരുടെ സ്കിൽ എന്താണ്. അതാണ് യഥാർത്ഥത്തിൽ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. പലപ്പോഴും ഞാൻ രക്ഷിതാക്കളുടെ ക്ലാസ്സിലും കുട്ടികളുടെ ക്ലാസ്സിലൊക്കെ പോകുമ്പോൾ ചോദിക്കാറുണ്ട്, മക്കളെ നിങ്ങൾ എന്തിനാണ് സ്കൂളിൽ പോകുന്നത്? സ്കൂളിൽ പോകാതെയും പഠിക്കാനുള്ള ഒരുപാട് സാധ്യതകളുണ്ട്. യൂട്യൂബിൽ നിങ്ങൾ നോക്കൂ, അവർ പഠിക്കുന്ന ഏത് പാഠഭാഗത്തിൻ്റെ ആവട്ടെ, +2 ആവട്ടെ, ഡിഗ്രി ആവട്ടെ, ഏത് പാഠഭാഗത്തിൻ്റെയും യൂട്യൂബിൽ നല്ല ഓപ്ഷൻസ് ഉള്ള ക്ലാസ്സുകളുണ്ട്. ഓരോ ടീച്ചേഴ്സിന് അവർക്ക് ഓപ്റ്റ് ചെയ്യാൻ പറ്റും. ഇന്ന ടീച്ചറുടെ ക്ലാസ് വേണ്ട, വേറെത് സെർച്ച് ചെയ്യാൻ പറ്റും. പക്ഷേ ആ സാധ്യതകൾക്കപ്പുറം എന്തിനാണ് നിങ്ങൾ ഓഫ്ലൈൻ ക്ലാസ്സിൽ പോകുന്നത് എന്ന് ഞാൻ അവരോട് ചോദിക്കാറുണ്ട്. പലപ്പോഴും അവർ പറയാവുന്ന മറുപടി, എന്ത് പഠിക്കാൻ എന്ന് ചോദിച്ചാൽ അതിന് വൈകിയ വേളയായതുകൊണ്ട് ഞാൻ തന്നെ മറുപടി പറയാം. നിങ്ങളുടെ ഓരോരുത്തരോടും ചോദിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. നമ്മൾ കുട്ടികളെ സ്കൂളിൽ പറഞ്ഞേക്കുന്നത് എന്തിനാ എന്ന് ചോദിച്ചാൽ, ടു ബി എ ഹ്യൂമൻ ബീയിങ്, ഒരു നല്ല മനുഷ്യനാക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം പരീക്ഷ പഠിച്ച് പാസ്സാവാൻ വേണ്ടിയിട്ടാണ് സ്കൂളിൽ പറഞ്ഞേക്കുന്നതെങ്കിൽ അതിന് സ്കൂളിൻ്റെ ആവശ്യമില്ല, അല്ലാതെ നമുക്ക് പഠിക്കാം. എക്സാം നമുക്ക് സ്കൂളിൽ പോയി എഴുതാം. അതുപോലെ തന്നെ നമ്മുടെ പാഠഭാഗങ്ങളൊക്കെ ഇരുന്ന് നമുക്ക് വീട്ടിൽ നിന്ന് ഏറ്റവും നല്ല ഒരു ഗൈഡിനെ വെച്ച് നമുക്ക് പഠിപ്പിക്കാം. പക്ഷെ അതിനൊക്കെ അപ്പുറം സമൂഹത്തിൽ എങ്ങനെയാണ് പെരുമാറേണ്ടത് എന്നതാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട അറിവ് എന്ന് പറയുന്നത്. അവിടെയാണ് പ്രവാചകൻ മികച്ചു നിന്നിരുന്നത്. ഓരോ ആളുകളോടുള്ള സമീപനം, വിട്ടുവീഴ്ച. നമുക്ക് എന്തെങ്കിലും ദേഷ്യം വരുന്ന കാര്യം പറഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് പെട്ടെന്ന് ദേഷ്യം വരും. അത് ഭർത്താവാകട്ടെ, ഭാര്യ ആവട്ടെ, ആരോ ആവട്ടെ, ദേഷ്യം വന്നിട്ട് നമ്മൾ എന്താ പ്രകടിപ്പിക്കാന്ന് അറിയില്ല. ഒരു സൈക്കോളജിസ്റ്റ് ഒരിക്കൽ ഒരു ക്ലാസ്സിൽ പറയുന്നുണ്ട്, നിങ്ങളുടെ കുട്ടികൾ അടിക്കലുമായി ബന്ധപ്പെട്ട് പറയുന്നുണ്ട്. അപ്പോൾ ഒരു പാരന്റ് അവിടെ നിന്ന് എണീറ്റ് നിന്നിട്ട് ചോദിച്ചു, സർ, അപ്പം നിങ്ങൾ എന്താണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? കുട്ടികളെ അടിക്കണ്ട എന്നാണോ എന്ന് ചോദിക്കുന്നുണ്ട്.
അപ്പം അതിന് അദ്ദേഹം പറഞ്ഞ മറുപടി, നിങ്ങൾ ഇരിക്കൂ, ഞാൻ പറഞ്ഞത് അടിക്കണ്ട എന്നല്ല, പക്ഷേ അവരെ നിങ്ങൾ അടിക്കുന്നുണ്ട് എങ്കിൽ നിങ്ങളുടെ വികാരത്തെ ക്ഷമിപ്പിക്കാൻ വേണ്ടി ആകരുത്. അവർക്ക് കൊള്ളേണ്ട അടിയാണെങ്കിൽ അത് അവർ കൊള്ളട്ടെ, അല്ലാതെ നിങ്ങളുടെ വികാരത്തെ ഇല്ലാതാക്കാൻ, നിങ്ങളുടെ വികാരമൊന്ന് ശമിപ്പിക്കാൻ വേണ്ടിയാണെങ്കിൽ ആ അടി അവർ കൊള്ളേണ്ടതല്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നമ്മൾ ഓരോരുത്തരും കുട്ടികളെ ശിക്ഷിക്കുമ്പോൾ പലപ്പോഴും നമുക്ക് ദേഷ്യം വന്നിട്ട് നമുക്ക് എന്താണോ ചെയ്യാൻ പറ്റുക അതാണ് ചെയ്യുന്നതാണ്. കുറച്ച് കഴിഞ്ഞിട്ട് നമുക്കത് വേണ്ടില്ല എന്നൊക്കെ തോന്നും. എന്നിട്ട് അവരോട് പോയി സംസാരിക്കും, സാരല്ല എന്നൊക്കെ പറയും. പക്ഷെ അപ്പോഴൊക്കെ അവർ അടി കിട്ടിയിട്ടുണ്ടാകുക എവിടെ നിന്നായിരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരുടെ ഇടയിൽ നിന്നായിരിക്കും. അവർ തെറ്റ് ചെയ്തിട്ടുണ്ട് എങ്കിൽ അവർക്കത് ബോധ്യപ്പെടണം. അത് അധ്യാപകനാണെങ്കിലും രക്ഷിതാവാണെങ്കിലും അവർക്കത് ബോധ്യപ്പെടുത്തി കൊടുക്കണം, നിങ്ങൾ ചെയ്തത് തെറ്റാണ്. ഈ ബോധ്യത്തിൽ നിന്നേ ഒരു നല്ല മനുഷ്യനുണ്ടാകുന്നുള്ളൂ. അവന് പണിഷ്മെന്റ് കിട്ടേണ്ടതാണ് എങ്കിൽ മാതൃകാപരമായി അയാൾക്ക് പണിഷ്മെന്റ് കിട്ടണം. കാരണം ഒരു കുടുംബത്തിൽ ഇല്ലായ്മകൾ ഉണ്ടാവും. എല്ലാവരും ഒരേ ലെവലിലുള്ള ആളുകളല്ല. എല്ലാ ഉപ്പമാരും ഒരുപോലെ അധ്വാനിക്കുന്നവരല്ല, ഒരുപോലെ വരുമാനമുള്ളവരല്ല. ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാവും. ഇത് നമ്മുടെ പ്രിയപ്പെട്ട മക്കളെ നമുക്ക് അറിയിക്കാൻ പറ്റണം. അത് ഏറ്റവും സർഗാത്മകമായ രീതിയിൽ അറിയിക്കാൻ അവർക്ക് പറ്റണം. എങ്കിൽ മാത്രമേ, അല്ലാതെ സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുന്ന ഒരാള് അവർക്ക് ആവശ്യം ഉണ്ടായിക്കൊള്ളുന്നില്ല. അത് ആർക്കും ചെയ്യാൻ പറ്റും. ക്യാഷുള്ള ആർക്കും സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ പറ്റും. അതല്ല, അതിനൊക്കെ അപ്പുറം വൈകാരികമായി അവരെ ചേർത്ത് നിർത്താൻ, വികാരം കൊണ്ട്, സ്നേഹമെന്ന വികാരം കൊണ്ട് അവരെ ചേർത്ത് നിർത്താൻ നമുക്ക് കഴിയുന്നുണ്ട് എങ്കിൽ അതാണ് ലൈഫിന്റെ സൗന്ദര്യം എന്ന് പറയുന്നത്. ഈ സൗന്ദര്യം നമുക്ക് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും എന്നുള്ളതാണ്. ഒരു സംഗതിയിൽ സൗന്ദര്യം ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ എന്താ? ഈ സദസ്സ് ഇവിടെ നിങ്ങൾ നോക്കുമ്പോൾ വളരെയധികം സൗന്ദര്യത്തിനുണ്ട്. കാരണം ഇത് സാധാരണ കസേരയാണ് എങ്കിൽ അതിൻ്റെ മേലെ ഒരു കവർ ഇട്ടിട്ടുണ്ട്. ആ കവറാണ് ഇവിടെ നിന്ന് നോക്കുമ്പോൾ അതിന് ഏറ്റവും കൂടുതൽ ഭംഗി, ഒരു സ്റ്റാൻഡേർഡ് ഫീൽ ചെയ്യുന്ന അതാണ്. ഈ സ്റ്റേജിലേക്ക് നോക്കുമ്പോൾ ഒരുപാട് അലങ്കാര വസ്തുക്കൾ ഇവിടെ ഉണ്ട്. ഈ അലങ്കാര വസ്തുക്കളും അതുപോലെ തന്നെ ഇതൊക്കെ കൂടി കൂടുമ്പോൾ മാത്രമാണ് ഇതിനൊരു ഇമ്പം നമുക്ക് കാണുമ്പോൾ പോലും കിട്ടുന്നത്. അതായത് ഏതൊരു സംഗതി എടുത്തു നോക്കുകയാണെങ്കിലും നമ്മളൊക്കെ വളരെ ധൃതിപ്പെട്ട് ഫാത്തിഹ സൂറത്ത് ഓതലുണ്ടല്ലോ. വളരെ ധൃതിപ്പെട്ട് നിസ്കരിക്കുമ്പോൾ ഫാത്തിഹ സൂറത്ത് ഓതും. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ അങ്ങനെ സ്പീഡിൽ ഓതും. ഇതേ ഫാത്തിഹ സൂറത്ത് തന്നെ കുറച്ചുകൂടി സാവധാനത്തിൽ ഓതി നോക്കി. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം. ഇതിലേതിനാണ് സൗന്ദര്യം എന്ന് ചോദിച്ചാൽ ഒന്നാമത്തേനാണോ രണ്ടാമത്തേനാണോ? രണ്ടാമത്തേനാണ്. അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലേക്കൊരു ആർട്ട് ചേർന്നിട്ടുണ്ട്, ഒരു കല ഇതിലേക്ക് ചേർന്നിട്ടുണ്ട്. പ്രവാചകന്റെ വിശദീകരണത്തെ കുറിച്ച് സഹാബത്ത് പറയാറുണ്ടായിരുന്നു. പ്രവാചകൻ സ്വർഗത്തെക്കുറിച്ചൊക്കെ വിശദീകരിക്കും. സ്വർഗത്തെക്കുറിച്ചൊക്കെ സഹാബത്തിന് വിശദീകരിച്ചു കൊടുക്കും. ആ വിശദീകരിച്ചു കൊടുക്കുന്ന സമയത്ത് അത് കഴിഞ്ഞിട്ട് സഹാബത്ത് പറയും, പ്രവാചകന്റെ വിശദീകരണം കേട്ടാൽ നമ്മൾ അവിടെ സ്വർഗത്തിൽ പോയി വന്നു എന്ന് നമുക്ക് തോന്നും. കാരണം അത്ര മനോഹരമായി അവതരിപ്പിക്കാൻ കഴിയുന്ന ആളായിരുന്നു പ്രവാചകൻ. അതുകൊണ്ടാണല്ലോ സൽക്കാരത്തിന് വിളിച്ചു ചേർത്തവരെ വിളിച്ചുകൊണ്ട് പ്രവാചകൻ ചോദിച്ചിട്ടുണ്ട്, ഈ മലക്കപ്പുറത്ത് ഒരു ശത്രു സൈന്യം നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട് എന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞ മറുപടി എന്താ? മുഹമ്മദേ, പറഞ്ഞത് നീയാണ് എങ്കിൽ ഞങ്ങളത് വിശ്വസിക്കും. കാരണം മുഹമ്മദ് അത്രയും അക്സെപ്റ്റൻസ് ഉള്ള മനുഷ്യനായിരുന്നു. പ്രവാചകൻ അത്രയും ആളുകൾക്കിടയിൽ സ്വീകാര്യനായിരുന്നു എന്നർത്ഥം. ആളുകൾക്കിടയിൽ നമ്മൾ എങ്ങനെയാണ് സ്വീകാര്യനാവുക? ഒന്ന്, ആദ്യ കാഴ്ചയിൽ ഏറ്റവും മനോഹരമായി നമുക്ക് പുഞ്ചിരിക്കാൻ കഴിയുക. രണ്ടാമത്തത്, ഏറ്റവും മനോഹരമായി പെരുമാറാൻ കഴിയുക. അത് കാപട്യത്തോടുള്ള പെരുമാറ്റമല്ല, ഏറ്റവും മനോഹരമായി പെരുമാറാൻ കഴിയുക. ഞാൻ നേരത്തെ പറഞ്ഞു, പലപ്പോഴും കുടുംബങ്ങളിലൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് സ്നേഹം നമ്മൾ പലപ്പോഴും ഒളിപ്പിച്ചു വെക്കും. അതുകൊണ്ട് ഒരു കാര്യമില്ല. സ്നേഹം ഒളിപ്പിച്ചു വെക്കാനുള്ളതല്ലല്ലോ, മടക്കി വെക്കാനുള്ളതല്ലല്ലോ. ഇതേ സ്നേഹം കൊണ്ട് തന്നെ ബുദ്ധിമുട്ടുകളുണ്ട്. സ്നേഹം അധികമായാൽ, അതുകൊണ്ടാണല്ലോ നമ്മൾ ഉമ്മത്തുൻ വസത്ത് എന്നറിയപ്പെടുന്നത്. മധ്യമ സമുദായമാണ്. എല്ലാത്തിനും ഒരു മിതത്വം നമ്മളിലുണ്ട്. സ്നേഹത്തിന് പോലും മിതത്വമുണ്ട്. നിസ്കാരം ഒരാൾ നിസ്കരിക്കാൻ തന്നെ തീരുമാനിച്ചാൽ അങ്ങനൊന്നും ഇസ്ലാമിലില്ല. നോൽമ്പ് നോക്കാൻ ഒരാൾ തീരുമാനിച്ചാൽ എല്ലാ ദിവസവും നോൽമ്പ് നോൽക്കുന്ന ഒരു രീതി ഇസ്ലാമില്ല. അങ്ങനെ മതം പഠിപ്പിക്കുന്നില്ല. ഇതിനൊക്കെ ഒരു മിതത്വം വെച്ചതുപോലെ തന്നെ നമ്മുടെ പെരുമാറ്റത്തിലും നമ്മുടെ സ്നേഹത്തിലും നമ്മുടെ വൈകാരികതയിലുമൊക്കെ കൃത്യമായ അളവ്, അതല്ലെങ്കിൽ ഒരു മിതത്വം പാലിക്കാൻ നമ്മൾ പഠിക്കേണ്ടതുണ്ട്, അതല്ലെങ്കിൽ പഠിപ്പിക്കേണ്ടതുണ്ട്. രക്ഷിതാക്കളായ എൻ്റെ മുന്നിലിരിക്കുന്ന നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, നമ്മുടെ കുട്ടിയിൽ നമ്മളൊരൊറ്റ സംഗതി മാത്രമേ ലക്ഷ്യം കാണേണ്ടതുള്ളൂ. അത് നമ്മുടെ മക്കളെ ഒരു നല്ല മനുഷ്യനാക്കി മാറ്റുക എന്നത്.
ഒരു നല്ല മനുഷ്യനാക്കി മാറ്റുക, ടു ബി എ ഹ്യൂമൻ ബീയിങ്. ഞാൻ നേരത്തെ പറഞ്ഞു, ഇന്ന് ഏറ്റവും കൂടുതൽ ഡിമാൻഡ് ഉള്ളത് പച്ചയായ മനുഷ്യനാണ്. പച്ചയായ മനുഷ്യൻ. ഒരു സുഹൃത്ത് ഒരു അനുഭവം പറഞ്ഞു. അയാളുടെ ബൈക്കിന്റെ ഷോപ്പിൽ, അയാൾ ഒരുപാട് ബൈക്ക് വിൽക്കുന്ന ആളാണ്. ആ ബൈക്കിന്റെ ഷോപ്പിൽ എലി വരും. എലി വന്നിട്ട് ഈ ബൈക്കിന്റെ വയറിങ് മുഴുവൻ കട്ട് ചെയ്തിട്ട് ഒരുപാട് നാശനഷ്ടങ്ങൾ ഉണ്ടായി. അപ്പൊ ഇത് കണ്ടപ്പോൾ അയാൾക്ക് വല്ലാത്ത സങ്കടം തോന്നി. അങ്ങനെ അയാൾ എലിക്കണി വെച്ചു. ചില ആളുകളുടെ പ്രകൃതത്തെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞു വരുന്നത്. എലിക്കണി വെച്ചു. പിറ്റേ ദിവസം ആ എലി അതിൽ കുടുങ്ങി. എലി കുടുങ്ങിയതിന് ശേഷം അയാൾ കടയിൽ വന്നു നോക്കുമ്പോൾ എലി അതിലൂടെ ഇങ്ങനെ ഓടിപ്പാഞ്ഞ് കളിക്കുന്നുണ്ട്. ഈ പെട്ടിയിൽ ഇങ്ങനെ എലിക്കണിയിൽ ഇങ്ങനെ കുടുങ്ങി കിടക്കുന്നുണ്ട്. പക്ഷേ ഇയാൾ ആലോചിക്കാണ്, എങ്ങനെയാണ് ഞാൻ ഈ എലിനെ കൊല്ലുക? അപ്പൊ തൊട്ടടുത്ത കടക്കാരൻ പറഞ്ഞു, അതിനെ അടിച്ചു കൊന്നാൽ മതി. അടിച്ചൊന്നും കൊല്ലണ്ട, അടിച്ചൊന്നും കൊല്ലാൻ കഴിയില്ല. അപ്പൊ അയാൾ പറഞ്ഞു, എന്നാ ഒരു കാര്യം ചെയ്യ്, ഒരു ബക്കറ്റിൽ വെള്ളം എടുത്തോ, എന്നിട്ട് ആ വെള്ളത്തിൽ ഈ പെട്ടി മുക്കി വെച്ചാൽ മതി. അല്ല വേണ്ട, അത് വേണ്ട, അത് ഞാൻ കൊന്നോളാം. അവസാനം അയാളിൽ നിന്ന് ഇയാൾ പോരാൻ, അത് ഞാൻ കൊന്നോളാം, കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് ആ എലിപ്പെട്ടിയുമായിട്ട് അയാൾ പോന്നിട്ട് അയാൾ ചെയ്ത പണി എന്താണെന്ന് അയാൾ എന്നോട് വിശദീകരിച്ചു തരാം. ഒന്നുമില്ല, എനിക്കത് ചെയ്യാൻ കഴിയണില്ല. അപ്പം ഞാൻ എന്ത് ചെയ്തു, ഞാൻ എൻ്റെ വണ്ടിയിൽ ആ എലിക്കണിയുമായിട്ട് എൻ്റെ ഒരു സ്കൂട്ടർ എടുത്തിട്ട് ഞാൻ പോയി. കുറേ ദൂരെ പോയിട്ട് ഞാൻ ആ എലിക്കണി തുറന്ന് വിട്ടു എന്നാണ്. നിങ്ങൾ ആലോചിച്ച് നോക്ക്, ചെയ്തത് വളരെ ചെറിയൊരു സംഭവമാണ്. പക്ഷേ അയാളുടെ മനസ്സിൽ ഒരാളെ കൊല്ലാനുള്ള കപ്പാസിറ്റി ഇല്ല. അതായത് അയാളുടെ മനസ്സെപ്പോഴും, മനുഷ്യൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എപ്പോഴും നനവുള്ള ആളാണ് മനുഷ്യൻ എപ്പോഴും കൈമാറുക ഒരു ജീവിയോട് പോലും. അതുകൊണ്ടാണ് വൈക്കം മുഹമ്മദ് ബഷീർ ഭൂമിയുടെ അവകാശികൾ എന്നുള്ള കഥ എഴുതുന്നത്. ഭൂമിയുടെ അവകാശികൾ മനുഷ്യന്മാർ മാത്രമല്ല, സകല ജീവജാലങ്ങളും അങ്ങനെയാണ്. ഈ പ്രപഞ്ച സൃഷ്ടാവ് നീയേ, ഈ പ്രപഞ്ചത്തെ മുഴുവൻ സൃഷ്ടിച്ച നാഥൻ എല്ലാവർക്കും ഇവിടെ അവകാശങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതിൽ ജീവിക്കാൻ അവകാശം കിട്ടിയ ആളാണ് നമ്മൾ. നമ്മുടെ ജീവിതം മറ്റൊരാൾക്ക് തടസ്സമായി നിൽക്കരുത്. നമ്മുടെ സ്നേഹം പോലും മറ്റൊരാൾക്ക് തടസ്സമായി കൂടാ. നമ്മുടെ ഇഷ്ടം പോലും മറ്റൊരാൾക്ക് തടസ്സമായി കൂടാ. അതുപോലെ തന്നെ എനിക്ക് പറയാനുള്ളത്, പരസ്പരം സ്നേഹിക്കുന്ന ആളുകളോട് തിരിച്ച് പ്രതീക്ഷിച്ചുകൊണ്ട് ഒന്നും നിങ്ങൾ ചെയ്യരുത്. തിരിച്ചു പ്രതീക്ഷിച്ചുകൊണ്ട് ഒന്ന് മാത്രം ചെയ്താൽ മതി. അത് അള്ളാഹുവിനോടുള്ള കടപ്പാട് മാത്രം, അള്ളാഹുവിനോടുള്ള പ്രാർത്ഥന മാത്രം. ആ പ്രാർത്ഥനയിൽ നിങ്ങൾ പ്രതീക്ഷ അർപ്പിക്കാം. കാരണം ഇന്നല്ലാഹു ഗഫൂറുർ റഹീം എന്ന അള്ളാഹു തന്നെ പറയുന്നുണ്ട്. ഇന്നല്ലാഹു ഗഫൂറുർ റഹീം, അള്ളാഹു തീർച്ചയായും പൊറുക്കുന്നവനാണ്, കാരുണ്യമുള്ളവനാണ്. അവരിൽ നമുക്ക് പ്രതീക്ഷയുണ്ട്. പക്ഷേ ഒരാളെ സ്നേഹിക്കുക, നമ്മുടെ ഉമ്മനെ സ്നേഹിക്കുക, നമ്മുടെ ഉപ്പയെ സ്നേഹിക്കുക, നമ്മുടെ അമ്മായിമ്മനെ സ്നേഹിക്കുക, അമ്മോശങ്ങാക്കാനെ സ്നേഹിക്കുക, ഇതൊന്നും തിരിച്ചു കിട്ടും എന്ന് വിചാരിച്ച് നിങ്ങൾ സ്നേഹിച്ചു നോക്കൂ. നിങ്ങൾക്ക് എപ്പോഴും നിരാശ ഉണ്ടാവും, എപ്പോഴും സംഘർഷങ്ങൾ ഉണ്ടാവും, പ്രയാസങ്ങൾ ഉണ്ടാവും, പ്രശ്നങ്ങൾ ഉണ്ടാവും. ഈ പ്രശ്നങ്ങളെ പരിഹരിക്കാൻ ഒറ്റ മാർഗ്ഗമേ ഉള്ളൂ. നമ്മളിൽ നിന്ന് മാത്രമേ നമുക്ക് മാറ്റങ്ങൾ കൊണ്ടുവരാൻ പറ്റൂ. മറ്റുള്ളവരെന്ത് ചെയ്യുന്നു, എന്ത് പറയുന്നു എന്നതിലല്ല, നമ്മൾ എന്ത് ചെയ്യുന്നു, നമുക്ക് എന്ത് ചെയ്യാനാവും. ഒന്നും പ്രതീക്ഷിക്കാതെയാണ് നിങ്ങളെ കുടുംബത്തെ സ്നേഹിക്കുന്നത് എങ്കിൽ അള്ളാഹ് തിരിച്ചു വരും. അത് കുടുംബക്കാരിൽ നിന്നല്ല നിങ്ങൾ പ്രതീക്ഷിക്കേണ്ടത്. അത് പ്രതീക്ഷിക്കുന്നതിൽ പ്രശ്നമുണ്ട് എന്നല്ല, പ്രതീക്ഷ നിങ്ങളെ നിരാശയിൽ എത്തിക്കരുത് എന്നതുകൊണ്ട് മാത്രം പറഞ്ഞതാണ്. കാരണം അള്ളാഹു എന്ന് പറയുന്നത് സൗന്ദര്യമുള്ള ആളാണ്. സുന്ദരനായവനെ സുബ്ഹാനല്ലാ എന്നൊരു പാട്ട് നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടാവും. സുന്ദരനായവനെ സുബ്ഹാനല്ലാ, യഥാർത്ഥത്തിൽ അതൊരു സിനിമാ പാട്ടാണ്. ചേലിലാലത്തിൻ നെഞ്ചത്തൂറപ്പിന്റെ ജബലുകൾ തീർത്തോരു കോനെ, ചേലിൽ ആലത്തിൽ നെഞ്ചത്തുറപ്പിന്റെ ജബലുകൾ തീർത്തൊരു കോനെ. ഇങ്ങനെ തുടങ്ങിയിട്ട് ആ സിനിമയുടെ പാട്ടുകൾ മുഴുവൻ അള്ളാഹുവിനെ പ്രകീർത്തിക്കുന്ന വരികളാണ്. എന്നിട്ട് അവസാനം പറയുന്നു സുന്ദരനായവനെ സുബ്ഹാനല്ലാ അൽഹംദുലില്ലാ എന്ന് പറയുന്നത്. നമ്മളൊക്കെ പാടി നടന്നൊരു, പക്ഷേ നമ്മുടെ ന്യൂ ജനറേഷൻ കുട്ടികളൊക്കെ ഒരുപാട് പാടി നടന്നൊരു പാട്ടാണ്. യഥാർത്ഥത്തിൽ ഈ സൗന്ദര്യം, ഇന്നല്ലാഹ ജമീലുൻ യുഹിബ്ബുൽ ജമാൽ, അള്ളാഹു സൗന്ദര്യമുള്ളവനാണ്. ആ സൗന്ദര്യത്തെ അള്ളാഹു ഇഷ്ടപ്പെടുന്നു. ഏതാണ് ആ സൗന്ദര്യം? നമ്മുടെ മുകളിലുള്ള സൗന്ദര്യം. നമ്മുടെ മേലെ പുറമേയുള്ള സൗന്ദര്യത്തിന് ഒരുപാട് പരിമിതികളുണ്ട്. നമ്മുടെ വലിപ്പം നമുക്ക് കൂട്ടാൻ പറ്റൂല. അത് അള്ളാഹ് എത്രയാണോ നിശ്ചയിച്ച അത്ര തന്നെ. നമ്മുടെ നിറത്തിൽ നമുക്ക് കാര്യമായ മാറ്റങ്ങൾ വരുത്താൻ പറ്റൂല. നമ്മുടെ ലിപ്സ്റ്റിക് ഇടുകയോ ലിപ് ബാം ഇടുകയോ ഒക്കെ ചെയ്താൽ ഒരു ഭക്ഷണം കഴിക്കുന്നത് വരെ അത്രേ ഉണ്ടാവുള്ളൂ. കാരണം രാവിലെ നിങ്ങൾ ആരെങ്കിലും ലിപ് ബാം ഇട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഇപ്പം ചോറ് കഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പോയിട്ടുണ്ടാവും. അതാ ചോറിൻ്റെ ഒപ്പം പോകും. നമ്മൾ ആരെങ്കിലും പൗഡർ ഇട്ട് വന്നിട്ടുണ്ടെങ്കിൽ, ഞാനിപ്പോൾ പൗഡർ ഇട്ടാണ് വന്നതെങ്കിൽ ഈ വിയർത്തോടു കൂടി അത് കഴിഞ്ഞു. അത്രയേ ഉള്ളൂ സൗന്ദര്യത്തിൻ്റെ പുറമേയുള്ള സാധ്യത. പക്ഷേ അകമേ സൗന്ദര്യത്തിന് നല്ല സാധ്യതയുണ്ട്.
അത് കറുത്തവനാണോ വെളുത്തവനാണോ എന്നല്ല. ബിലാൽ പറയുന്നുണ്ടല്ലോ പ്രവാചകനോട്, പ്രവാചകരെ എൻ്റെ അടുത്തേക്ക് അടുക്കരുത്, എന്നെ കാഷ്ടത്തിന്റെയും മൂത്രത്തിന്റെയും ഒക്കെ മണമാണ്. പക്ഷെ പ്രവാചകൻ എന്താ ചെയ്തത്? ബിലാലിനെ ചേർത്ത് പിടിക്കാൻ. ബിലാൽ ഇബ്നു റബാഹ് പൊട്ടിക്കരയുന്നുണ്ട്, ജീവിതത്തിൽ ഒരാളും എന്നെ ഇത്രമേൽ ചേർത്ത് പിടിച്ചിട്ടില്ല, ജീവിതത്തിൽ ഒരാളും എന്നെ ഇത്രമേൽ ചേർത്ത് പിടിച്ചിട്ടില്ല. അതുകൊണ്ടാവണം പ്രവാചകന് ശേഷം, പ്രവാചകന്റെ മരണശേഷം ഒരിക്കൽ പോലും ആ ബാങ്ക് മുഴുവനാക്കാൻ ആർക്ക് കഴിഞ്ഞിട്ടില്ല? ബിലാൽ ഇബ്നു റബാഹിന് കഴിഞ്ഞിട്ടില്ല. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ്. അവിടെ കണ്ടമിടറി വീഴുന്ന ബിലാലിനെ നമ്മൾ ചരിത്രത്തിൽ നിന്ന് വായിച്ചിട്ടുണ്ട്. അത് അപാരമായ സ്നേഹമാണ്, അപാരമായ സ്നേഹമാണ്. അത് തൊലി കറുത്തതായതുകൊണ്ടല്ല ബിലാൽ അറിയപ്പെടുന്നത് മുഴുവൻ. ബിലാൽ ഒരു മനുഷ്യനായിട്ടാണ് പ്രവാചകൻ ബിലാലിനെ പരിഗണിച്ചത് എന്നാണ്. അപ്പൊ ജാതിയോ മതമോ ഒന്നുമല്ല, അതിനൊക്കെ അപ്പുറത്ത് നമ്മുടെ കൂട്ടുകാർക്ക്, നമ്മുടെ കുട്ടികൾക്ക് തൊട്ടടുത്തിരിക്കുന്നവൻ ഏത് മതത്തിൽപ്പെട്ടവനായാലും ഏത് ജാതിയിൽപ്പെട്ടവനായാലും അവനെ പരിഗണിക്കാനും അവനൊരു മനുഷ്യനായി കാണാനും അവർക്ക് കഴിയേണ്ടതുണ്ട്. ആപ്പിൾ ഛേദിച്ചതിൻ്റെ ഉള്ളിലെ സത്തും വിത്തും തെരയുമ്പോൾ പകുത്ത ഛേദമൊരപരനു നൽകാൻ അറിയാത്തറിവും ഒരറിവല്ല, ആ അറിവൊരു പൂർണ്ണതയാവില്ല. നമുക്ക് കിട്ടിയ വളരെ മൂല്യവത്തായ എന്തെങ്കിലും ഒരു സാധനം മറ്റുള്ളവന് പങ്കുവെക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ, സാധാരണ ഉമ്മമാര് ടിഫിൻ ബോക്സ് കൊടുത്തേക്ക് എങ്ങനെ അറിയാം? ഞാനൊരു സ്കൂൾ അധ്യാപകനാണ്. ടിഫിൻ ബോക്സ് കൊടുത്തേക്കുമ്പോൾ കൂട്ടാൻ വളരെ പ്രീഷ്യസ് ആയ, വളരെ ഡെലീഷ്യസ് ആയ ചിലപ്പോൾ വല്ല ഉപ്പേരികളൊക്കെ നമ്മളെ വീട്ടിൽ നിന്ന് കൊടുത്തേക്കും. ആ കൊടുത്തേക്കുമ്പോൾ പലപ്പോഴും ഉമ്മമാർ, എല്ലാവരും അങ്ങനെയാണെന്നല്ല, പലപ്പോഴും ചില ഉമ്മമാര് പറയല എന്താ അറിയോ, ഇനി ഇതെല്ലാവർക്കും കൂടി കൊടുത്തിട്ട് അവസാനം എനക്ക് തിന്നാണ്ടാവില്ല എന്നാ പറയാ. അതിനെ നേരെ മറിച്ച് പറഞ്ഞു നോക്കൂ. കാരണം നിങ്ങൾ ആ പറയുന്നത് ഒരിക്കലും നിങ്ങളുടെ മറ്റുള്ളവരോടുള്ള വെറുപ്പ് കൊണ്ടൊന്നുമല്ല, എല്ലാവർക്കും അറിയാം. പകരം നിങ്ങളുടെ കുട്ടിയോടുള്ള അപാരമായ സ്നേഹം കൊണ്ടാണ്. പക്ഷെ നിങ്ങളുടെ സ്നേഹത്തിന്റെ കെണിയിൽ ആ കുട്ടിയെ പെടുത്തരുത്. അതിനപ്പുറം വിശാലമായിട്ട് ആ കുട്ടിയെ നിങ്ങൾ ചിന്തിക്കാൻ പഠിപ്പിക്കുക. നിന്റെ അടുത്ത് ആരെങ്കിലും വന്നിരിക്കുകയാണെങ്കിൽ, എല്ലാവരുടെ ഒപ്പം കഴിക്കുകയാണെങ്കിൽ, ഒരു സ്പൂൺ കൂടി നിങ്ങൾ ആ ഉപ്പേരി അധികം ഇട്ടിട്ട് പറയണം അവരോട്. ആരെങ്കിലും അടുത്തുണ്ടെങ്കിൽ അവർക്ക് കൊടുക്കണം. അവർക്ക് കൊടുക്കണമെന്ന് പറയുമ്പോഴാണ് അവിടെ മനുഷ്യന് സാധ്യതയുണ്ടാകുന്നുള്ളൂ. നനവുള്ള മനുഷ്യൻ അവിടെയാണ് സാധ്യത. കാരണം തൊട്ടടുത്തിരിക്കുന്ന, നമ്മൾ കൊണ്ടുവന്നിരിക്കുന്ന ലഞ്ച് ബോക്സിൽ തൊട്ടടുത്തിരിക്കുന്ന കുട്ടിക്കൊരു സാധ്യതയുമില്ല എങ്കിൽ അവിടെ പിന്നെ ഒരു മനുഷ്യന് സാധ്യതകളൊന്നുമില്ല. അയാൾക്ക്, തൊട്ടടുത്തിരിക്കുന്ന ആൾക്ക് നമ്മളിൽ പ്രതീക്ഷ ഉണ്ടാവണം, നമ്മളെ കൊണ്ട് നമ്മുടെ ടിഫിൻ ബോക്സിൽ പ്രതീക്ഷ ഉണ്ടാവണം. അവരൊരു പക്ഷേ പറഞ്ഞോളണമെന്നില്ല, നല്ല കൂട്ടാൻ അവരെ കൊടുത്തിട്ടുണ്ടായിക്കൊള്ളണമെന്നില്ല. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, നിങ്ങൾ സ്കൂളിൽ പറഞ്ഞയക്കുന്നുണ്ട് എങ്കിൽ അതിൻ്റെ സാധ്യത ഒരു നല്ല മനുഷ്യനാകാൻ വേണ്ടിയിട്ടാണ്, നന്നായി ആളുകളോട് പെരുമാറാൻ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അല്ലാതെ അതിനപ്പുറത്ത് ഒരു സർട്ടിഫിക്കറ്റ് ബേസ് ചെയ്തുകൊണ്ടുള്ള ഒരു പഠനം, ഫുൾ A+ കിട്ടിയ ആളുകളുടെ ഒരു നിര ഉണ്ടാക്കുക എന്നതിലൊക്കെ അപ്പുറം ഒരുപാട് നല്ല മനുഷ്യന്മാരെ ഉണ്ടാക്കുക എന്നതാണ്, ഒരുപാട് നല്ല മനുഷ്യന്മാരെ ഉണ്ടാക്കുക എന്നതാണ്. ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഒരു സമ്മേളനത്തിൽ, അധ്യാപകരുടെ ഒരു സമ്മേളനത്തിൽ ഒരു അധ്യാപകൻ പങ്കുവച്ച ഒരു സംഭവം. സബ് ജില്ലയുടെ സ്പോർട്സ് നടക്കുന്ന സമയം 7ാം ക്ലാസ്സിലെ ഒരു പെൺകുട്ടി 200 മീറ്റർ ഓട്ടത്തിന്റെ ഫൈനൽ മത്സരത്തിൽ നിൽക്കുകയാണ്. സബ് ജില്ലാ സ്പോർട്സ് നടക്കുകയാണ്. 7ാം ക്ലാസ്സിലെ പെൺകുട്ടിയാണ്. 7ാം ക്ലാസ്സിലൊക്കെ കുട്ടികളുടെ പ്രത്യേകത എന്താ വെച്ചാൽ അവർ ഭയങ്കര ശരീര വലിപ്പം ഉണ്ടാവും. അവർ ചിലപ്പോൾ നീളം വലിപ്പമൊക്കെ ഉണ്ടാവും. അവർ 10ാം ക്ലാസ്സോ 11ാം ക്ലാസ്സൊക്കെ ആണെന്നൊക്കെ വിചാരിക്കും. 7ാം ക്ലാസ്സിലെത്തിയ സാധാരണ ഒരു ചെറിയ പെൺകുട്ടിയാണ്. ആ കുട്ടി ഇങ്ങനെ ഓടാൻ വേണ്ടി നിൽക്കാൻ, ഈ ഓടാൻ വേണ്ടി സ്റ്റാർട്ടിംഗ് ലൈനിൽ നിൽക്കുന്ന സമയത്ത് ഫിനിഷിംഗ് പോയിന്റിലേക്ക് ആ കുട്ടി ഇടക്കിടക്ക് നോക്കിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. ഇടക്കിടക്ക് ഫിനിഷിംഗ് പോയിന്റിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ആളുകൾക്ക് മനസ്സിലായില്ല, എന്തിനാ ഈ കുട്ടി ഇടക്കിടക്ക് അവിടെ നോക്കണം. അങ്ങനെ ഓടിയിട്ട് വിസിലടി കേട്ടതിന് ശേഷം ആ കുട്ടി ഓടുകയും ആ കുട്ടി സബ് ജില്ലയിലെ എല്ലാ സ്കൂളുകളെയും പിറകിലാക്കി 1ാം സ്ഥാനത്തേക്ക് ഓടിക്കയറുകയും ചെയ്തു. ആ കുട്ടിയെ കൊണ്ടുവന്ന അധ്യാപകർ പോലും ആ കുട്ടിയെ ജസ്റ്റ് ഒന്ന് പങ്കെടുപ്പിക്കാം എന്ന് വിചാരിച്ച് കൊണ്ടുവന്ന, അല്ലാതെ 1ാം സ്ഥാനം കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിട്ടില്ല. 1ാം സ്ഥാനം കിട്ടിയിട്ട് ഓടി വരുന്ന, ആ ഫിനിഷിംഗ് ലൈന് കടന്നു വരുന്ന ഒരു കുട്ടിയെ അവിടെ ഉണ്ടാകുന്ന രക്ഷിതാക്കളും അവിടെയുള്ള ടീച്ചേഴ്സും കൂടെയുള്ള വിദ്യാർത്ഥികളും എങ്ങനെ സ്വീകരിക്കും നിങ്ങൾക്ക് ഊഹിക്കാൻ പറ്റും. ടീച്ചർ ഓടിച്ചെന്നിട്ട് ആ കുട്ടിയെ കെട്ടിപ്പിടിച്ചിട്ട് ഇങ്ങനെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് എല്ലാവരും ഭയങ്കര ആഹ്ലാദത്തിൽ ഇങ്ങനെ ഒച്ചമ്പിളി ഉണ്ടാക്കുക. ആ സമയത്ത് ആ കുട്ടി ടീച്ചറുടെ തോളിൽ കിടന്നങ്ങോട്ട് പൊട്ടിക്കരഞ്ഞു. സ്വാഭാവികമായിട്ടും ആ കരച്ചിൽ ഒരു അസ്വാഭാവികതയും ഇല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാം. കാരണം അത് ആനന്ദാശ്രു എന്നൊക്കെ പറയുന്നത് പോലെ ആനന്ദത്തിന്റെ കണ്ണീരാവാം. കുറെ കഴിഞ്ഞ് സബ് ജില്ലാ കായികമേള കഴിഞ്ഞതിന് ശേഷം അവർ തിരിച്ച് വീട്ടിലേക്ക് പോകുമ്പോൾ ആ കുട്ടിയെ കെട്ടിപ്പിടിച്ച ടീച്ചർ
തോളിൽ കൈയിട്ട് കൊണ്ട് ഇങ്ങനെ നടന്നു പോകുന്ന ഇടയ്ക്ക് ചോദിച്ചു, അല്ല മോളെ, നേരത്തെ നീ എന്തിനാണ് പെട്ടെന്ന് പൊട്ടിക്കരഞ്ഞത് എന്ന് ചോദിച്ചു. അറിയാനുള്ളൊരു ആകാംക്ഷ കൊണ്ട് ടീച്ചർ ചോദിച്ചതാണ്. കുറച്ചു നേരം മിണ്ടാതെന്നുകൊണ്ട് കുട്ടി പറഞ്ഞു, ടീച്ചറെ, എനിക്ക് വീട്ടിൽ അച്ഛനുണ്ട്, അമ്മയുണ്ട്, ജ്യേഷ്ഠന്മാരുണ്ട്, ജ്യേഷ്ഠത്തിമാരുണ്ട്, അനിയനുണ്ട്, എല്ലാവരും ഉണ്ട്. അവർക്കെല്ലാവർക്കും എന്നെ ഭയങ്കര ഇഷ്ടമാണ്. എന്ത് സഹായം വേണമെങ്കിലും എനിക്ക് ചെയ്തുതരും, എന്ത് സൗകര്യം വേണമെങ്കിലും എനിക്ക് ചെയ്തുതരും. എന്നെ ഈ സ്പോർട്സിലേക്ക് ഇവിടെ കൊണ്ടുവന്നാക്കിയത് പോലും എൻ്റെ ചേട്ടനാണ്. അവർക്കെല്ലാവർക്കും എന്നോട് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ ഒരു പ്രശ്നം എന്താ അറിയോ ടീച്ചറെ, അവരാരും എന്നെ ഹഗ് ചെയ്യാറില്ല, അവരാരും എന്നെ കെട്ടിപ്പിടിക്കാറില്ല. ഞാൻ നേരത്തെ പറഞ്ഞു, ചിലപ്പോൾ 7ാം ക്ലാസ്സിലെ കുട്ടിയെ കണ്ടാൽ +1 +2 ഒക്കെ തോന്നും. അവരാരും എന്നെ കെട്ടിപ്പിടിക്കാറില്ല ടീച്ചറെ. ഞാൻ സ്കൂൾ തലത്തിലുള്ള മത്സരത്തിൽ 1ാം സ്ഥാനത്തെത്തിയപ്പോൾ ടീച്ചർ എൻ്റെ ഗ്രൂപ്പിലായിരുന്നല്ലോ, ടീച്ചർ എന്നെ കെട്ടിപ്പിടിച്ചിരുന്നു. ആ കെട്ടിപ്പിടിക്കൽ എനിക്ക് വല്ലാത്തൊരു അനുഭവമാണ്. അന്ന് രാത്രി ടീച്ചർ എനിക്ക് ഉറങ്ങാൻ പറ്റിയിട്ടില്ല. കാരണം എനിക്ക് അത്രയും സ്നേഹം തോന്നി ടീച്ചറോട് അത്രയും സ്നേഹം തോന്നി. കാരണം എന്നെ അങ്ങനെ ആരും അത്ര ആത്മാർത്ഥമായി കെട്ടിപ്പിടിച്ചിട്ടില്ല. അപ്പോ ഈ കെട്ടിപ്പിടുത്തം ഈ സബ് ജില്ലാ സ്പോർട്സിനും കിട്ടുമോ എന്നറിയാൻ വേണ്ടിയിട്ട് ഞാൻ സ്റ്റാർട്ടിംഗ് ലൈനിൽ നിൽക്കുന്ന സമയത്ത് തന്നെ ടീച്ചർ ഫിനിഷിംഗ് പോയിന്റിലുണ്ടോ എന്ന് ചെക്ക് ചെയ്തിരുന്നു എന്നാണ്. അപ്പോൾ ആ കുട്ടി ഓടിക്കയറിയത് സബ് ജില്ലയിൽ തൻ്റെ സ്കൂളിനെ 1ാമതെത്തിക്കണം എന്ന ധാരണ കൊണ്ടല്ല, പകരം അതിനേക്കാൾ വലിയൊരു മോട്ടിവേഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ 1ാം സ്ഥാനത്ത് ഓടിക്കയറി കഴിഞ്ഞാൽ എൻ്റെ ടീച്ചർ എന്നെ കെട്ടിപ്പിടിക്കും, എന്നെ വാരിപ്പുണരും എന്ന് വിചാരിച്ചുകൊണ്ടാണ്. ഒരു ലേഡി ടീച്ചറാണ്. ആ പെൺകുട്ടിക്ക് ആ പെൺകുട്ടിയുടെ വാക്കുകൾ നിങ്ങൾ ആലോചിച്ച് നോക്കൂ. പലപ്പോഴും നമ്മുടെ വീട്ടിൽ നിന്ന് സ്കൂളിലേക്കോ മറ്റു യാത്രകളിലേക്കോ നമ്മൾ ഇറങ്ങുന്ന സമയത്ത് നമ്മുടെ കുട്ടികളെ കെട്ടിപ്പിടിച്ച് ഒരു ഉമ്മ കൊടുത്ത് പറഞ്ഞയക്കാൻ നമുക്ക് കഴിയുന്നില്ല എങ്കിൽ ആ കുടുംബത്തിന് ഇമ്പം കുറയുമെന്നാണ് ഞാൻ പറയാ. നിങ്ങളത് ചെയ്യണം. പലപ്പോഴും ചില രക്ഷിതാക്കളുടെ ക്ലാസ്സിൽ പോയിട്ട് ഞാൻ ചോദിക്കുമ്പോൾ, എത്ര കുട്ടികൾക്ക് നിങ്ങൾ ഉമ്മ കൊടുക്കാറുണ്ട് എന്ന് ചോദിക്കുമ്പോൾ അവർ പറഞ്ഞ മറുപടി, സാർ അതൊക്കെ കുട്ടികളൊക്കെ വലുതായില്ലപ്പോൾ, വലിയ കുട്ടികളായാലും ഞാനിപ്പോൾ ഞാൻ എന്താ ഉമ്മ കൊടുക്കണം. ഉപ്പമാരോട് ചോദിക്കും, നിങ്ങൾ കൊടുക്കണം. ഹേയ്, ഇവർ മറുപടി പറയാൻ പോലും അവർക്കുണ്ടാവില്ല. അവർ ചിരിക്കും, ഹേയ് ഞാനൊക്കെ. എന്താ പ്രശ്നം? ഇതേ കുട്ടികൾക്ക് LKG-യിലായ ടൈമിൽ 1ാം ക്ലാസ്സിലേക്ക് ആദ്യം സ്കൂളിൽ പോയ സമയത്ത് നമ്മൾ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുത്തിട്ടുണ്ട്. അതാ കുട്ടി ഇപ്പോഴും പ്രതീക്ഷിക്കുന്നുണ്ട്. നിങ്ങളുടെ കയ്യിൽ നിന്ന് ഒരു ചുംബനം, ഒരു ആലിംഗനം കൊണ്ട്, ആ ഒരു സ്നേഹം കൊണ്ടാണ് അവർ സ്കൂളിലേക്കോ മറ്റു യാത്രകളിലേക്കോ പോകുന്നത് എങ്കിൽ നിങ്ങളിലേക്ക് അവർ തിരിച്ചെത്തുന്നത് വരെ അവരുടെ മനസ്സിൽ ആ കമ്പനം അങ്ങനെ നിലനിൽക്കും. അവരൊരു ആലിംഗനം, ഒരു സ്പർശനം എന്ന് പറയുന്ന ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഒരിക്കലും ചെറുതല്ല. ഈ സ്പർശനം അവർ പ്രതീക്ഷിക്കുന്നുണ്ട്. ഉമ്മമാര് മാത്രമല്ല, ഉമ്മമാരെന്തായാലും കൊടുക്കും. ഉമ്മമാരുടെ പ്രത്യേകത, താലോലം പാട്ടുകൾ പോലെ മറ്റൊരു പാട്ടുണ്ടോ, താരാട്ടാനുമ്മയെ പോലെ വേറൊരു കൂട്ടുണ്ടോ, ഉമ്മാന്റെ മടിത്തട്ട് സ്വർഗീയ പൂന്തട്ട്, സ്നേഹക്കാവാണ് ഉമ്മ, സഹനക്കടലാണ്. സഹനത്തിന്റെ തോടോ കുളമോ ഒന്നുമല്ല പറഞ്ഞത്, സഹനത്തിന്റെ കടൽ എന്നാ പറഞ്ഞത്. അത്രയും ഉമ്മമാർ സഹിക്കും. ഉമ്മമാരുടെ പ്രത്യേകത അതാണ്. അതോടൊപ്പം നമ്മുടെ ഉപ്പമാരോടും എനിക്ക് പറയാനുള്ളത്, നമ്മുടെ ജ്യേഷ്ഠന്മാരോട് എനിക്ക് പറയാനുള്ളത്, കുഞ്ഞനിയത്തിമാരോ അനിയന്മാരോ ഉണ്ടെങ്കിൽ അവരെ ഒന്ന് കെട്ടിപ്പിടിച്ച്, അവർക്കൊരു കൈ കൊടുത്ത്, അവർക്കൊരു ഷെയ്ക്കൻഡ് കൊടുത്ത് ഈ കാലഘട്ടത്തിൽ നിങ്ങൾ അവരെ പറഞ്ഞേക്കുന്നതിൽ വലിയ കാര്യമുണ്ട്. കാരണം അവർ പല ആളുകളുടെയും ആലിംഗനങ്ങൾ പലപ്പോഴും പ്രതീക്ഷിക്കുന്നുണ്ട്. അതിനേക്കാൾ ഏറ്റവും മഹത്തരം നമ്മുടെ ആലിംഗനമാണ്, നമ്മുടെ ചുംബനമാണ്. അതിന് വല്ലാത്ത സാധ്യതയുണ്ട്. ഈ സാധ്യതയെ മനസ്സിലാക്കി ഈ സ്നേഹത്തെ ഏറ്റവും മനോഹരമായി നിങ്ങൾ പ്രകടിപ്പിക്കാൻ തീരുമാനിച്ചാൽ അതാണ് ലൈഫിനെ, ജീവിതത്തെ ഏറ്റവും സുന്ദരമാക്കുന്നത്, ഏറ്റവും കളർഫുൾ ആക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞു, എല്ലാവരും ജീവിക്കുന്നത് പോലെ നമുക്കും ജീവിക്കാം. പക്ഷെ വ്യത്യസ്തമായി നമ്മൾ ജീവിക്കാൻ തീരുമാനിച്ചാൽ, വേറിട്ട് നമ്മൾ ജീവിക്കാൻ തീരുമാനിച്ചാൽ ആ ജീവിതത്തിനൊരു സൗന്ദര്യമുണ്ട്. ഈ സൗന്ദര്യം ജീവന്റെ പൂനില പൊയ്കയിൽ നിന്നൊരു സ്നേഹദളം ഞാൻ ഇറുത്തു, വേദന തിങ്ങും മനസ്സിനു സാദരം സാന്ത്വനമായി കൊടുത്തു. ഒരു മനുഷ്യന് ഏറ്റവും സാന്ത്വനമായി നമുക്ക് കൊടുക്കാൻ പറ്റുക മറ്റൊരു വികാരങ്ങളുമല്ല. നിങ്ങൾ മറ്റേത് വികാരങ്ങളെയും പരിശോധിച്ച് നോക്കൂ, വളരെ കുറച്ച് സമയം അത് നിലനിൽക്കുള്ളൂ. വളരെ കുറച്ച് സമയം. ദേഷ്യം, എത്ര സമയം ഉണ്ടാവും നമുക്ക് ദേഷ്യം? എത്ര വലിയ ദേഷ്യം പിടിക്കുന്ന ആളാണെങ്കിലും എത്ര സമയം നമുക്ക് ദേഷ്യം പിടിച്ചെടുക്കാൻ പറ്റും? വളരെ കുറഞ്ഞ സമയം. പക്ഷേ സ്നേഹത്തിന് മറ്റൊരു പ്രത്യേകതയുണ്ട്. അത് പ്രലോങ് ചെയ്യിക്കാൻ നമുക്ക് പറ്റുമെന്നാണ്, ദീർഘിപ്പിക്കാൻ പറ്റും, ലാസ്റ്റ് ചെയ്യുമെന്നാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. അതാണ് സ്നേഹത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഈ സാധ്യതയാണ് എന്നെ നിങ്ങൾക്ക് ഒരുപക്ഷെ മുമ്പ് ഒരിക്കലും പരിചയം ഉണ്ടാവില്ല, പക്ഷെ എൻ്റെ മുഖത്തേക്ക് എങ്ങനെ കണ്ണെടുക്കാതെ നോക്കി എൻ്റെ വാക്കുകൾ ശ്രവിക്കാനുള്ള കാരണം ഏതോ ഒരർത്ഥത്തിൽ നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നു എന്നത് കാരണമാണ്.
ഈ സ്നേഹത്തെ നിങ്ങൾ ഏറ്റവും മനോഹരമായി പ്രകടിപ്പിക്കാൻ, ഏറ്റവും സർഗാത്മകമായി പ്രകടിപ്പിക്കാൻ നിങ്ങൾ തീരുമാനിച്ചാൽ നമ്മുടെ കുടുംബങ്ങളിലെ പ്രശ്നങ്ങളൊക്കെ അതിൻ്റെ താഴെ കിടക്കും. കാരണം സ്നേഹമാണ് ഏറ്റവും വലുത്. അവസാനിപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ഒരൊറ്റ അനുഭവം മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. എനിക്ക് തന്ന സമയം ഇതിനേക്കാൾ കൂടുതലുണ്ട് എങ്കിലും മറ്റൊരു പ്രോഗ്രാമിൽ എത്തിച്ചേരേണ്ടതുണ്ട്. എനിക്കൊരുപാട് സമയം വൈകിയിട്ടുണ്ട്. അതുകൊണ്ട് മാത്രം ഈ ഉത്ബുദ്ധരായ സദസ്സിനോട് ഒരൊറ്റ സംഗതി, ഒരൊറ്റ ഉദാഹരണം മാത്രം, നടന്നൊരു സംഭവം മാത്രം പറയാം. കശ്മീരിൽ പോകാൻ താല്പര്യമില്ലാത്ത ഏതെങ്കിലും പെൺകുട്ടികൾ ഇവിടെ ഉണ്ടോ? ഇല്ല, ഉണ്ടാവില്ല. അത് പെൺകുട്ടികളെന്നല്ല, ആൺകുട്ടികളും അങ്ങനെ തന്നെ. കല്യാണം കഴിഞ്ഞപ്പോൾ ഒരു ആദ്യത്തെ സംസാരത്തിൻ്റെ സമയത്ത് ഈ ഭർത്താവിനോട് പറഞ്ഞു, ഇക്ക നമുക്ക് കശ്മീരിൽ പോകണം കേട്ടോ, നമുക്ക് കശ്മീരിൽ പോകണം, നല്ല രസകരമായിട്ട് അടിച്ചു പൊളിക്കാൻ നമുക്കൊന്ന് കശ്മീരിൽ പോകണം. അപ്പോൾ വല്ല സന്തോഷത്തോടെ പോകാം, തീർച്ചയായിട്ടും പോകാം. പക്ഷേ അയാൾ കല്യാണം കഴിഞ്ഞ് 4 വർഷമായിട്ടും ഈ കുട്ടിയെ കശ്മീരിൽ കൊണ്ടുപോകാനുള്ളൊരു ശേഷി അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല. ഒരിക്കൽ 4 വർഷത്തിന് ശേഷം ചാറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ, ഉച്ച സമയത്ത് ചാറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ഇയാൾ ചോദിച്ചു, നിനക്ക് കശ്മീരിൽ പോകണമെന്ന് പറഞ്ഞിട്ടില്ലേന്നോ? അതിനൊരു അവസരം വന്നിട്ടുണ്ട്, നമുക്ക് വേണമെങ്കിൽ പോകാം, നീ റെഡിയല്ലേ എന്നൊരു ടെക്സ്റ്റ് മെസ്സേജ് ഭാര്യയ്ക്ക് അയച്ചു. ബാക്കി എല്ലാ ചോദ്യത്തിനും ഭാര്യ മറുപടി പറഞ്ഞു, റിപ്ലൈ കൊടുത്തു, വോയിസ് അയച്ചു. പക്ഷേ ഇതിന് മാത്രം മറുപടി ഒന്നും പറഞ്ഞില്ല. അത്ഭുതം തോന്നി ഭർത്താവിന്. പോകണ്ടേ? പോയിട്ടെങ്കിൽ എന്താ കുഴപ്പമൊന്നുമില്ല, 19,000 രൂപയ്ക്ക് ലാഭം എന്ന് വിചാരിച്ചിട്ടുണ്ടാവാം. അങ്ങനെ അവസാനം ഇയാളിങ്ങനെ മറുപടി ഒന്നും വരില്ല. വൈകുന്നേരമായി മറുപടി വരുന്നില്ല, മഗ്‌രിബിനും മറുപടി ഒന്നും വന്നില്ല, ബാക്കി എല്ലാ സംഗതികൾക്കും മറുപടി ഒന്നും വന്ന്, എല്ലാത്തിനും വന്നു. പക്ഷെ ഇതിന് മാത്രം മറുപടി ഇല്ല. രാത്രി വീഡിയോ കോൾ ചെയ്തു കൊടുക്കേണ്ട ഇടയിൽ അയാൾ എടുത്ത് വീണ്ടും ചോദിച്ചു, എടി ഞാൻ നേരത്തെ ഉച്ചക്ക് അയച്ച മെസ്സേജിന് ഇപ്പോഴും റിപ്ലൈ തന്നിട്ടില്ലല്ലോ, നിനക്കെന്താ കശ്മീരിൽ പോകാൻ താല്പര്യമില്ലേ? 1/2 മിനിറ്റ് മൗനിയായി നിന്നതിന് ശേഷം ഈ ഭാര്യ പറയാണ്, ഇക്ക ഇപ്പോഴും അവിടെ പോകണമെന്ന് എനിക്ക് അതിയായ ആഗ്രഹമുണ്ട്. പക്ഷെ അതിനു മുമ്പ് എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്താ? ഞാൻ ഇതൊക്കെയോട് പറഞ്ഞിട്ടൊന്നുമില്ല. നമ്മൾ 4 വർഷം മുമ്പ് കല്യാണം കഴിഞ്ഞ് വരുന്ന സമയം ഈ വീട്ടിൽ ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നു. 8-10 ആളുകൾ ഈ വീട്ടിൽ തന്നെയാണ് താമസം. വലിയ വീടാണ് നമ്മുടേത്, വലിയ കുടുംബമാണ് നമ്മുടേത്. ആ സമയത്ത് ഞാൻ കയറി വരുമ്പോൾ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ അറിയാത്തതായിരുന്നു. ഞാനൊരു ചെറിയ കുട്ടിയായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. കാരണം ഇവരൊക്കെ എല്ലാം അറിയുന്ന ആളുകൾ. പലപ്പോഴും ഞാൻ കളിയാക്കപ്പെട്ടിട്ടുണ്ട്. നിങ്ങളുടെ പെങ്ങന്മാരുടെ കാരണം, നിങ്ങളുടെ ജ്യേഷ്ഠന്മാരുടെ കാരണം, അവരുടെ ഇടയിലൊക്കെ ഞാൻ കളിയാക്കപ്പെട്ടിട്ടുണ്ട്. പക്ഷെ അതൊന്നും എനിക്കൊരു പ്രശ്നമായി തോന്നിയില്ല. പലപ്പോഴും പല രാത്രികളിലും ഞാൻ ഒറ്റയ്ക്കിരുന്ന് ഇങ്ങനെ കരയും. പക്ഷെ ഇക്കാനെ ഞാൻ അറിയിക്കാത്തത് എന്താ വെച്ചാൽ, ഇക്ക വിദേശത്തല്ലേ, ഞാൻ ഇവിടുത്തെ പ്രശ്നങ്ങളൊക്കെ അവിടെ പോയി പറഞ്ഞിട്ട് അവിടെ ഒരുപാട് പ്രയാസങ്ങൾ ഇക്ക അനുഭവിക്കല്ലേ, അതുകൊണ്ട് പറയാതിരുന്നതായിരുന്നു. പക്ഷേ ഒരു സംഭവം ഉണ്ടായിരുന്നു. ഈ സമയത്ത് ഓരോ പ്രശ്നങ്ങളും ഞാൻ അനുഭവിക്കുന്ന സമയത്തും, ഓരോ ദിവസവും ഓരോ പ്രശ്നങ്ങൾ ഞാൻ അനുഭവിക്കുന്ന സമയത്തും, കരയാതെ ഞാൻ കരഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്തും, നിങ്ങളുടെ ഇത്താത്തമാരോ പെങ്ങന്മാരോ ഒക്കെ വന്നിട്ട് എന്നെ പലതും കുറ്റം പറയുന്ന സമയത്തും ഞാനതൊക്കെ കേൾക്കാത്തതുപോലെ കേട്ടതുപോലെ നിൽക്കും. പലപ്പോഴും കേൾക്കാത്ത പോലെ നിൽക്കും, ചിലപ്പോൾ കേട്ടതുപോലെ നിൽക്കും. എന്നിട്ട് ഒറ്റയ്ക്കിരുന്ന് ഞാൻ കരയുമായിരുന്നു. രാത്രി 10 മണി കഴിഞ്ഞാൽ നമ്മുടെ വീട് ഏകദേശം എല്ലാവരും ഉറങ്ങും. ഉറങ്ങിയതിന് ശേഷം എൻ്റെ വാതിലിൽ ഒരു മുട്ട് കേൾക്കാം. 10 മണിക്ക് ശേഷം ഒരു മുട്ട് കേൾക്കാം. ഞാൻ ശ്രദ്ധിച്ചു നോക്കും, ആരാ മുട്ടുന്നത്? വീട്ടിലെല്ലാവരും ഉറങ്ങിയിട്ടുണ്ടെന്ന് എനിക്ക് ഉറപ്പാണ്. അങ്ങനെ മുട്ടിയിട്ട് തുറന്നു നോക്കുമ്പോൾ നിങ്ങളുടെ ഉമ്മയായിരിക്കും. ഉമ്മ ചിരിച്ചുകൊണ്ട് പറയും, ഉറങ്ങിയോ കുട്ടിയെ എന്ന് ചോദിക്കും. നീ ഉറങ്ങിയോ കുട്ടിയെന്ന് ചോദിക്കും. ഇല്ല ഉമ്മ, ഉറങ്ങിയിട്ടൊന്നുമില്ല. എന്തേ? ഒന്നുമില്ല എന്ന് പറഞ്ഞിട്ട് ഉമ്മ അകത്തേക്ക് കയറും. എൻ്റെ മുറിയുടെ അകത്തേക്ക് കയറിയിട്ട് എൻ്റെ ബെഡിലിരിക്കും. എന്നിട്ട് പറയും, ഈ ആ വാതിലാണ് കുറ്റിട്ടള. ഉമ്മമാരങ്ങനെയാണ്, ഈ ആ വാതിൽ അങ്ങോട്ട് കുറ്റിട്ടള എന്ന് പറയും. അപ്പൊ ഉമ്മ എന്തോ കാര്യം പറയാൻ വേണ്ടി വന്നതാ. വയസ്സായിട്ടുണ്ട്, ഉമ്മാന്റെ മകൻ ഗൾഫിലാണെന്ന് അറിയാം. അങ്ങനെ ഈ മരുമകളോട് ഉമ്മ ഇങ്ങനെ കുറെ കാര്യങ്ങൾ വെറുതെ, ആവശ്യമില്ലാത്ത കുറെ സാധനങ്ങൾ ഇങ്ങനെ വെറുതെ പറഞ്ഞു കൊടുക്കും, വെറുതെ ഒരു വിഷയങ്ങൾ ഇങ്ങനെ കിട്ടാൻ വേണ്ടി. എന്നിട്ട് അതിന്റെ ഇടയിൽ കൂടെ പറയും, ഇന്ന് ഓള് പറഞ്ഞത് എനിക്ക് വിഷമായില്ലേ, ഈ അത് കാര്യാക്കണ്ട. ആര്? സ്വന്തം മകള് പറഞ്ഞത് ഈ മരുമകൾക്ക് വിഷമായി എന്നറിഞ്ഞ് അതിനെ സമാധാനിപ്പിക്കാൻ വേണ്ടി വന്നതാണ് ഉമ്മ. എന്നിട്ട് പറയൂ, ഉമ്മാന്റെ കുട്ടി അത് വിഷമാക്കരുത് കേട്ടോ, അതൊരു പ്രയാസമാക്കി എടുക്കണ്ട, ഓൾ അങ്ങനെയാണ്, ഓക്ക് അങ്ങനെ വായക്ക് ലൈസൻസ് ഇല്ലാത്തതുകൊണ്ട് അങ്ങനെ പറഞ്ഞു പോകും, ഈ അത് കാര്യമാക്കണ്ട കേട്ടോ, എനിക്ക് വിഷമായെങ്കിൽ ഞാൻ മാപ്പി ചോദിക്കാം. ആരാ മാപ്പി ചോദിക്കണേ? ഈ ഉമ്മമാരുടെ ഏറ്റവും വലിയ പ്രത്യേകതയാണ്. ആരെന്ത് തെറ്റ് ചെയ്താലും ഓലങ്ങ് ഡേറ്റ് എടുക്കും, അത് സാരല്ല എന്ന് പറഞ്ഞിട്ട് അവരെ ഡേറ്റ് എടുക്കും. അത് അവരുടെ ഒരു പ്രത്യേകതയാണ്. ഉമ്മമാരെങ്ങാനും ഇല്ലാതായി നോക്കണം. അപ്പൊ ആ പ്രത്യേകതകൾ പോലും അവിടെ ചിരിച്ചുകൊണ്ട് നിൽക്കും, വെറുങ്ങലിച്ച് നിൽക്കും. എന്നിട്ട് ഈ ഉമ്മ എന്നും വന്നിട്ട് എന്ത് പ്രശ്നം ഉണ്ടായാലും രാത്രി വന്നിട്ട് ഈ മരുമകളെ സമാധാനിപ്പിക്കുമെന്നാണ്.
അപ്പോൾ ഈ ഭാര്യ ഭർത്താവിനോട് പറയാണ്, ഇക്ക, ആ ഉമ്മ, നിങ്ങളുടെ ഉമ്മ ഇന്ന് ബാത്റൂമിൽ വീണ് കാല് പൊട്ടിയിട്ട് നമ്മുടെ അപ്പുറത്തെ മുറിയിൽ കിടക്കുന്നുണ്ട്. ഈ സമയത്ത് നിങ്ങൾ കശ്മീരിൽ പോകണോ എന്ന് ചോദിച്ചപ്പോൾ എൻ്റെ മനസ്സ് പലവട്ടം തുള്ളിയതാണ്. പക്ഷെ നിങ്ങൾക്ക് ഞാൻ ബോധപൂർവം മറുപടി തരാവുന്നതാ. അതിന്റെ കാരണം എന്താണെന്നറിയോ? ഇപ്പൊ ഞാൻ കശ്മീരിൽ പോയാൽ അവിടെ ആസ്വദിക്കാൻ എനിക്ക് ഒരു മഞ്ഞും പോരാ, ഒരു മഞ്ഞും മതിയാകൂല. കാരണം ഞാൻ ഈ കുടുംബത്തിൽ വന്ന സമയത്ത് ഏറ്റവും വിഷമം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് രാത്രി എൻ്റെ മുറിയിൽ വന്നിട്ട് എൻ്റെ ഉമ്മ, നിങ്ങളുടെ ഈ ഉമ്മ ഉണ്ടല്ലോ, ഈ പാവം ഉമ്മ എന്നെ എന്നും സമാധാനിപ്പിക്കുമായിരുന്നു. ഞാൻ ആലോചിക്കാറുണ്ട്, എന്തിനാണ് സ്വന്തം മക്കളുടെ കുറ്റം മുഴുവൻ ഈ ഉമ്മ ഏറ്റെടുക്കുന്നത്? എന്തിനാണ് എന്നോട് മാപ്പ് പറയുന്നത്? അത്രയും സ്നേഹം നിറഞ്ഞു നിൽക്കുന്ന ഒരാളാണ് നിങ്ങളുടെ ഉമ്മ. അതുകൊണ്ട് ഈ ഉമ്മ സുഖമില്ലാതെ കിടക്കുന്ന സമയത്ത് എനിക്കൊരു കശ്മീരും ആസ്വദിക്കാൻ കഴിയൂല. ഇത് കേട്ടപ്പോൾ ഇയാൾ അത്ഭുതപ്പെട്ടു പോയി എന്നാണ്. ഈ ഭർത്താവ് അത്ഭുതപ്പെട്ടു പോയി. എന്നിട്ട് അയാൾ പറഞ്ഞ മറുപടി, അത് സാരല്ല, ഉമ്മയുടെ കിടക്കുകയാണ് എങ്കിൽ അനിയന്മാരുടെ കൂടെയൊക്കെ അവിടെ വീട്ടിലേക്കൊക്കെ അവർ കൊണ്ടുപോയിക്കോളും, അതൊന്നും പ്രശ്നമില്ല, അവരാരെങ്കിലും വന്ന് നിന്നോളും, നമുക്കൊരു 10 ദിവസത്തെ പ്രശ്നമല്ലേ ഉള്ളൂ. വേണ്ട, ഉമ്മ എന്നാണോ ആ കാല് പൊട്ടൽ മാറി ഏറ്റവും ആരോഗ്യത്തോടു കൂടി നടക്കുന്നത്, അതിനുശേഷം എന്നോട് ഈ കാര്യം പറഞ്ഞാൽ മതി എന്നാണ്. ഇത് ഒരമ്മായിയുമ്മയും മരുമകളും തമ്മിലുള്ള അപാരമായ സ്നേഹത്തിൻ്റെ ഒരു കഥയാണ്, ഒരനുഭവ കഥയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, വിട്ടുവീഴ്ച ചെയ്യാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ ഒരു കുടുംബവും എവിടെയും ഒരു പൊട്ടലും ചീറ്റലുമില്ലാതെ പോകും. നമ്മുടെ ദേശത്തെ, നമ്മുടെ വികാരത്തെ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റിയാൽ അതിനപ്പുറത്ത് സ്നേഹം ഇങ്ങനെ വിജയിച്ചു നിൽക്കുമെന്നാണ് ഞാൻ നേരത്തെ പറഞ്ഞ. ഒന്നും കൂടി ഓർമ്മപ്പെടുത്തുന്നു, മനുഷ്യൻ എവിടെയെങ്കിലും തോൽക്കുന്നുണ്ട് എങ്കിൽ ഇൻ ഫ്രണ്ട് ഓഫ് ലവ്, അത് സ്നേഹത്തിന് മുൻപിൽ മാത്രമാണ്. അതിനു മുന്നിൽ മാത്രമേ നമ്മൾ തോൽക്കേണ്ടതുള്ളൂ. ബീരാൻകുട്ടി മാഷുടെ ഒരു വരിയുണ്ട്, കല്ലിനോട് ചോദിക്കൂ എത്ര കാത്തിരുന്നിട്ടാണ് രത്നമായതെന്ന്, മഴത്തുള്ളിയോട് ആരായൂ എത്ര കാലത്തെ കാത്തിരിപ്പാണ് മുത്തിലേക്കെന്ന്. കല്ലിനോട് ചോദിക്കൂ എത്ര കാത്തിരുന്നിട്ടാണ് രത്നമായതെന്ന്, മഴത്തുള്ളിയോട് ആരായൂ എത്ര കാലത്തെ കാത്തിരിപ്പാണ് മുത്തിലേക്കെന്ന്. ചുണ്ടുകളുണ്ടായിരുന്നെങ്കിൽ അവ പറയുമായിരുന്നു പ്രണയപൂർവം ഒരു കൈ തൊടാനെടുക്കുന്ന സമയം. നമ്മൾ ഏറ്റവും സ്നേഹപൂർവ്വം എപ്പോഴാണോ നമ്മുടെ കുടുംബത്തെ ആത്മാർത്ഥമായി സ്പർശിക്കാൻ തയ്യാറാകുന്നത്, അപ്പം മുതൽ നമ്മുടെ കുടുംബത്തിൽ സമാധാനം കളിയാടും. അപ്പം മുതൽ നമ്മുടെ കുടുംബത്തിൽ സാന്ത്വനങ്ങളും സന്തോഷങ്ങളും ഹാപ്പിനെസ്സും ഉണ്ടാകും. ആ തരത്തിൽ ഏറ്റവും സമാധാനത്തോടു കൂടി ഏറ്റവും സന്തോഷത്തോടുകൂടി കഴിയുന്ന ഒരു കുടുംബം കൂടി ആവട്ടെ ഈ കാര്യ കുടുംബം എന്നുകൂടി ആശംസിച്ചുകൊണ്ട്, ഈ വിശക്കുന്ന സമയത്തും എന്നെ 1 മണിക്കൂറോളം സഹിച്ച, എന്നെ ശ്രവിച്ച എൻ്റെ എല്ലാ കുടുംബാംഗങ്ങൾക്കും, നിങ്ങളുടെ ഒരു കുടുംബത്തിലെ അംഗമാണ് എന്ന് ഞാനും കൂടി തോന്നിയിട്ട് അങ്ങനെ തന്നെ പറയുന്നു, ഈ കുടുംബത്തിലേക്ക് ഇങ്ങനെ വന്ന് നിൽക്കാനും നിങ്ങളോട് സംവദിക്കാനും അവസരം കിട്ടിയതിൽ ഒരുപാട് സ്നേഹവും സന്തോഷവും അറിയിച്ചുകൊണ്ട് ഇവിടെ എല്ലാവർക്കും എല്ലാവിധ സ്നേഹവും നേർന്നുകൊണ്ട് ഈ കുടുംബത്തിലെ കാരണവന്മാർക്കും അതുപോലെ തന്നെ എന്നെ ശ്രവിച്ച മുഴുവൻ ആളുകൾക്കും എത്തിപ്പെടാൻ പറ്റാത്ത ആളുകൾക്കുമൊക്കെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ പ്രാർത്ഥന അർപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നിങ്ങൾക്ക് ഞാൻ പറഞ്ഞതിൽ നിന്ന് എന്തെങ്കിലും ഉള്ളിൽ കൊണ്ടിട്ടുണ്ട് എങ്കിൽ നിങ്ങളുടെ ഹൃദയം നിറഞ്ഞ പ്രാർത്ഥനകളായി നിങ്ങൾ എനിക്ക് തിരിച്ചു തരണമേ എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.